ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഒരു സൺഡേ പ്രോഗ്രാം. നമ്മൾ എന്നും സൂം മീറ്റിങ്ങിൽ കയറുന്ന ആൾക്കാരാണ്. സൂമായിട്ടും ഓഫ്ലൈൻ മീറ്റിംഗ് ആണെങ്കിലും നമ്മളെല്ലാം BOP-കളും എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ സൺഡേ പ്രോഗ്രാമിന് ഒരു പ്രത്യേകതയാണുള്ളത്. നമ്മളെല്ലാവരും ഒരു നിമിഷം എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ വിട്ടുപോയി. എന്റെ പേര് സിന്ധു. ഞാൻ അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതില് കുറച്ചു പേർക്ക് എന്നെ അറിയാം, പുതിയതായിട്ട് വന്ന കുറച്ചു പേർക്ക് എന്നെ അറിയില്ല. ഞാനിവിടെ തൃക്കാക്കരയിൽ താമസിക്കുന്നു. ഒരു 22 വർഷത്തോളമായിട്ട് ഒരു അംഗൻവാടിയിലെ ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് എടുത്ത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. എന്നാൽ ഈ പ്രൊജക്റ്റിലേക്ക് വന്നിട്ട് അധികമായിട്ടില്ല. ഞാൻ നമ്മളെന്നും മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ സൺഡേ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മൾ ചെയ്യുന്നത്, ഇന്നും നമ്മൾ കേൾക്കുന്നത് പ്രൊജക്റ്റ് എന്നുള്ള കാര്യങ്ങളാണ്. ഇതില് എല്ലാവരും തന്നെ നമ്മുടെ മാഗ്നറ്റ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ മോർ പവർ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് റിസൾട്ട് എടുത്തവരാണ് നമ്മൾ ഈ ഇരിക്കുന്ന ഓരോ ആൾക്കാരും. ഇവരുടെ എല്ലാവരുടെയും റിസൾട്ടുകൾ നമുക്ക് ബാക്കി ഇനി വരുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അതുപോലെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ട് അല്ല മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തവരിൽ നിന്ന് നമ്മൾ കേട്ട റിസൾട്ടുകൾ, നമ്മൾ അറിഞ്ഞ അനുഭവങ്ങൾ, അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ സൺഡേ സൂം മീറ്റിംഗ്. ഇതില് എല്ലാവരും വളരെ ഇതായിട്ട് ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് പ്രൊഡക്റ്റിന്റെ ശക്തി കൊണ്ടും നമ്മൾക്ക് സർവേശ്വരൻ തന്ന ഐശ്വര്യം കൊണ്ടും നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാറിനെ നമ്മൾ ഈ സമയത്ത് സ്മരിച്ചുകൊണ്ട് നമ്മള് ഈ പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ റിസൾട്ട് പറയുന്ന ഒരു ദിവസമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ദിവസമാവട്ടെ. എല്ലാവരുടെയും അനുഭവങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ഇൻട്രസ്റ്റോടു കൂടി കേട്ടിരിക്കാനും, അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നറിയാൻ എല്ലാവർക്കും ഉപകാരമാവട്ടെ. ഞാൻ ആദ്യമായിട്ട് എന്റെ ഒരു റിസൾട്ട് ഞാൻ പറയാം. ഞാൻ ഉപയോഗിച്ച് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം, അതായത് ഞാനൊരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങൾ ഫോണിന് നോക്കി വർക്ക് ചെയ്യുമ്പോൾ നമ്മള് കണ്ണിനൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആകെ ഒരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണട മാത്രമാണ്. ഒരു പവർ ഗ്ലാസ് മേടിച്ചു വെക്കുക എന്നുള്ളൊരു ഇത് മാത്രമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ മാഗ്നറ്റ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങള്, അതിപ്പോ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫോൺ റേഡിയേഷൻ എങ്ങനെയാണ് തടയുന്നതെന്ന് നമ്മളുടെ ഡെമോയിൽ തന്നെ പറഞ്ഞു തരുന്നതാണ്. അത് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ വിശ്വസിച്ചിട്ടാണ് ഞാനും ഈ പ്രോഡക്റ്റ് എടുത്തത്. പക്ഷെ കിട്ടിയ റിസൾട്ടുകൾ ഒരുപാട് വ്യത്യസ്തമായിരുന്നു. അതുപോലെ തന്നെ കൊടുത്ത ആൾക്കാര്, നമ്മള് ഇവിടെ പലരും പറഞ്ഞു കേൾക്കാത്ത ഒരു കാര്യങ്ങള്, അതുപോലെ തന്നെ ഇപ്പൊ കുറച്ചും കൂടി ആയി തോന്നണം. ആദ്യമൊക്കെ ഞാൻ ഫസ്റ്റ് ഒന്ന് പരീക്ഷണം പോലെ നടത്തിയത് എന്ന് തന്നെയല്ല. ആദ്യമായിട്ട് എന്റെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് എടുത്തവര് തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസ് ആണ്. ആ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു റിസൾട്ട് ആണ് കിട്ടിയത്. ഇപ്പൊ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടുത്തെ ഒരു കുട്ടി, ആ കുട്ടി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ബെഡ് റിഡൻ ആയിരുന്നു. ഫുൾ ബെഡ് റിഡൻ കുട്ടീന്ന് ഞാൻ പറയുമ്പോഴും ഏകദേശം ഒരു 32 വയസ്സുള്ള പയ്യനാണ്. അപ്പോ ഈ പയ്യൻ എന്റെ അപ്ലൈൻ ലീഡർ യൂനുസാറാണ്, കളമശ്ശേരി യൂനുസാറാണ്.
സാറിനോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ബെഡില് തീരെ കിടപ്പാണ്. കിടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വളഞ്ഞു കൂടി ഇങ്ങനെ കാലൊക്കെ മടക്കി വെച്ച് കിടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവര് വേഗം തന്നെ പറഞ്ഞു, ഞാൻ ഈ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് എടുക്കാം, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുള്ളൂ, കുട്ടിക്ക് ഞങ്ങൾ ഒരു കാര്യങ്ങളും പരീക്ഷിച്ച് നോക്കില്ല. കാരണം കുട്ടിക്ക് ഒരു ബെറ്റർ ഒരു റിസൾട്ടും കിട്ടാനൊരു ഇതില്ല. അങ്ങനെ തന്നെ കിടക്കുന്ന കുട്ടി ജസ്റ്റ് ഒന്ന് നമ്മളെ നോക്കും എന്നൊക്കെ അല്ലാതെ സംസാരിക്കില്ല. അതുകൊണ്ട് കുട്ടിക്ക് ഞങ്ങൾ ഒന്നും പരീക്ഷിക്കില്ല എന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ അങ്ങനെ അവര് 16,500 പ്രൊഡക്റ്റ് തന്നെ എടുത്തത്. രണ്ടുപേർക്കും അവർക്ക് രണ്ടുപേർക്കും യൂസ് ചെയ്യാനായിട്ട് അവർ പ്രൊഡക്റ്റ് എടുത്ത് അവരത് ഉപയോഗിച്ചോളാം നമ്മളെ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു പോന്നു. രണ്ടിന്റെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ഒരു ഫീഡ്ബാക്ക് ഉണ്ട് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ ദിവസം തന്നെ അവര് ഞങ്ങളെ തിരിച്ചു വിളിക്കുക. അപ്പൊ ഞങ്ങള് ഇതുപോലെ അടുത്ത വേറൊരു സ്ഥലത്ത് വർക്കിനായിട്ട് നിൽക്കുമ്പോഴായിരുന്നു അവര് ഞങ്ങളെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഒന്ന് അങ്ങോട്ട് വരണമല്ലോ, ഒന്ന് ഫ്ലാറ്റിലേക്ക് വരുമോന്ന് ചോദിച്ചു. ഞങ്ങൾ ഓക്കെ വരാം നോന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അവര് ഞങ്ങളോട് പറയാ, ഞങ്ങൾക്ക് മോന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് വേണം. അപ്പൊ നമ്മള് 10,700 പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നേ. അപ്പൊ ഞങ്ങൾക്ക് ഇച്ചിരി കൂടി പ്രൊഡക്റ്റ് മോന് വേണ്ടി വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം എന്ന് ചോദിച്ചപ്പോ ആ മാഡം പറഞ്ഞത്, മാഡത്തിന് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, അത് കഴിഞ്ഞ് ാണ് ഇപ്പൊ അതൊക്കെ റിക്കവർ ചെയ്തു വന്നു. പക്ഷെ അതില് എന്നുള്ളതല്ല, ഈ മാഡത്തിന്റെ അമ്മ മരിച്ചിട്ട് 12 വർഷമായി. ഈ 12 വർഷമായപ്പോ ആ മാഡത്തിന്റെ കൈ ഭയങ്കര ആ ഒരു ഷോക്കില് കൈ ഭയങ്കര വിറയലായിരുന്നു. കൈ വിറച്ചിട്ട് ഇവര് ഒരു വെള്ളം പോലും എടുത്തുകൊണ്ട് വന്ന് നമുക്ക് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ചായ കൊണ്ടുപോയി കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഞങ്ങൾ അവിടെ ചെന്ന് നമ്മളുടെ ഇതിനു വേണ്ടിയിട്ട് വെള്ളം ചോദിക്കുമ്പോ ആ സാറാണ് ഞങ്ങൾക്ക് വെള്ളം എടുത്തുകൊണ്ടുവന്ന് തന്നത്. അപ്പൊ ഈ മാഡം ഞങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾ അന്ന് വന്ന് നമ്മൾക്ക് ഡെമോ കാണിക്കാനായിട്ട് വെള്ളം ചോദിച്ചപ്പോ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വന്നത് തന്നില്ല. കാരണം എന്താണെന്നറിയോ, എന്റെ കൈ വിറച്ചിട്ട് എനിക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റൂലായിരുന്നു. പക്ഷെ നിങ്ങളുടെ റിസ്റ്റ് ബാൻഡ് ഞാൻ ഉപയോഗിച്ച് ഈ ഒരു ദിവസം കഴിഞ്ഞപ്പോ തന്നെ എന്റെ കൈയിന്റെ ആ വിറയല് മാറി. ആ വിറയല് മാറി. ഇപ്പൊ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ഒരു ചായ കൊണ്ടുവന്ന് തരാൻ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾ ചെന്നപ്പോ അവര് ഞങ്ങൾക്ക് ചായ എടുത്തു കൊണ്ടുവന്ന് തന്നു. അപ്പോ ആ ചായ എടുത്തുകൊണ്ട് വന്ന് തരാൻ എനിക്ക് പറ്റിയത് നിങ്ങളുടെ ഈ റിസ്റ്റ് ബാൻഡ് ഉപയോഗിച്ചിട്ടാണ്. കാരണം അവര് നല്ലൊരു ഹൈ ലെവൽ ടീമാണ്. കുറേ ഡോക്ടേഴ്സിനെ കണ്ട് എല്ലാം കണ്ടിട്ടും ഇത് മാറാതിരുന്നു. അപ്പോ എനിക്ക് ഈ പ്രോഡക്റ്റിൽ ഒരു വിശ്വാസമുണ്ട്, എന്റെ മോനും എന്തെങ്കിലും ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും എന്നോർത്തിട്ടാണ് നിങ്ങൾ. പക്ഷെ നമ്മളുടെ ഭാഗ്യം, അതുപോലെ തന്നെ സാഗർ ജോഷി സാറ് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് തന്നത് കൊണ്ടുമായിരിക്കാം ആ കുട്ടി ഈ നമ്മളുടെ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ബെറ്റർ റിസൾട്ട്. കാരണം കാലൊക്കെ മടക്കി വെച്ച് മാത്രം കിടന്നവര് അതിന്റെ ഇടയിൽ പില്ലോ ആണ്, കാല് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കാല് നിവർത്താതെ കിടക്കുമ്പോ രാവിലെ ആവുമ്പോ നിവർത്താൻ പറ്റാതെ ഇരുന്നിട്ട് പില്ലോ വെച്ച് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാലിന്റെ ഇടക്കായിട്ട്. പക്ഷെ ആ സ്ഥലത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ആ പില്ലോ എടുത്തു മാറ്റിയിട്ട് കുട്ടി കാലൊക്കെ നിവർത്തി വെച്ച് കിടക്കുന്ന അവസ്ഥയായിപ്പോ. ഞങ്ങള് ഇടയ്ക്ക് ചെന്നപ്പോ അവര് പറഞ്ഞു, ഇപ്പൊ കണ്ടോ, നേരത്തെ ഞാൻ ഈ രണ്ട് കാലിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ മുട്ടുകാലിന്റെ അവിടെയായിട്ട് ഞാനൊരു പില്ലോ വെച്ച് കൊടുത്തിട്ടായിരുന്നു കിടത്തിയിരുന്നത്. കാരണം രാവിലെ ആകുമ്പോ ഈ കാലൊന്നും നിവർത്താൻ പറ്റാതെ ഇരുന്നിട്ട് ഇപ്പൊ മോന് ഒരു കുഴപ്പമില്ല, കാലൊക്കെ നിവർത്തി അവൻ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെന്നാൽ പോലും ഞങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോ അറിയാം അവിടെ വന്നിട്ടുണ്ട്, യൂനിസാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സിന്ധു ടീച്ചർ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ചെന്ന ആദ്യം ആ മോനെ കാണാൻ ചെല്ലണം, ആ കിടക്കുന്നിടത്തേക്ക് കാണാൻ ചെല്ലണം. അതുപോലെ തന്നെ അവര് ഫുൾ ആ മോന് വേണ്ടി പണിത ഒരു കട്ടിലോട് കൂടിയായിരുന്നു അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അല്ലെങ്കിൽ അവര് നാട്ടിലേക്കൊക്കെ പോകാറുള്ള ആൾക്കാരാണ്. ആ കട്ടിലോട് കൂടി തന്നെയായിരുന്നു അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്.
പക്ഷെ ആ കുട്ടീനെ ഇപ്പോ വീൽ ചെയറിൽ അവരത് സെപ്പറേറ്റ് പറഞ്ഞുണ്ടാക്കിയ ഒരു വീൽ ചെയറിൽ ആ കുട്ടിയെ എല്ലായിടത്തും കൊണ്ടുപോകാനും എല്ലാം പറ്റും. അപ്പൊ നമ്മൾക്ക് ഏറ്റവും അധികം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഏരിയയില് നമ്മൾ അറിയുന്ന കുറെ ആൾക്കാർ ഡിസേബിൾഡ് ആയിട്ടുള്ളവരുണ്ട്. അവർക്ക് ബെറ്റർ പ്രൊഡക്റ്റ് ബെറ്റർ റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇത്രയും എന്റെ റിസൾട്ടാണ്. ഇനിയും ഉണ്ട് ഒരുപാട് റിസൾട്ട് പറയാൻ. പക്ഷെ എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇനി ബാക്കിയുള്ളവർ ഓരോരുത്തരായിട്ട് ഇതില് പറയാ. അപ്പൊ ആദ്യം തന്നെ ആരാ വരുന്നേ? വോയിസ് കേൾക്കാമോ? ആ വോയിസ് കേൾക്കാം. ആരാന്ന് പറഞ്ഞോളൂ. നടക്കുന്നില്ല. എന്റെ പേര് സുജ. ഞാന് കൊല്ലം മടത്തറയാണ് സ്ഥലം. വീഡിയോ ഓണാക്കാം. വീഡിയോ ഓണാണോ? ആണ്. ആ ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ താമസിക്കുന്നത് മടത്തറയാണ്. അപ്പൊ എനിക്ക് കിട്ടിയ അനുഭവം പറയാനാണ് ഞാൻ ഇപ്പം വന്നത്. എന്നെ കൊണ്ടുവന്നത് ഇത് ഈ ബയോടെറസിലേക്ക് കൊണ്ടുവന്നത് ഞാന് ദൈവമായിട്ട് കാണുന്നതല്ല, ദൈവമാണ് എനിക്ക് അത്രത്തോളം ഇത് കിട്ടി. ആ ഒരു വ്യക്തി എനിക്ക് തന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാൻ തന്നെ പറ്റുന്നത്. എന്നെ കൊണ്ടുവന്നത് രതീഷ് കുളത്തുപ്പുഴയാണ്. ഈ പ്രോഡക്റ്റ് ആദ്യം എനിക്ക് കൊണ്ടു തന്നത്. എനിക്ക് ഒത്തിരി ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. എന്റെ പ്രശ്നം എന്ന് പറയുമ്പോ എനിക്ക് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. രാത്രി ബെഡിൽ കിടന്നു കഴിഞ്ഞാല് എനിക്ക് സ്വയം തിരിഞ്ഞ് ഒന്ന് ചരിഞ്ഞ് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഞാൻ നടുവേദനയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് എന്റെ സുഹൃത്താണ് പുള്ളി ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് എന്നോട് വന്ന് പറയുന്നത്. ആദ്യമൊക്കെ ഞാൻ ഒരുപാട് തവണ അത് റിജക്ട് ചെയ്തു. കാര്യം ഞാൻ ഒരുപാട് മെഡിസിൻ എടുത്ത് കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കത് ഇതിലൂടെ മാറുമെന്നുള്ളൊരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. റിജക്ട് ചെയ്ത് കളഞ്ഞതാണ്. പിന്നെ പുള്ളിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഇത് വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാനും പറഞ്ഞു എനിക്കിത് ഇല്ല, ഞാൻ ചുമ്മാ മേടിച്ച് ഉപയോഗിക്കുകയാണ് എന്നുള്ള രീതിക്കാണ് പുള്ളിയോടെ പറഞ്ഞ് ഞാൻ ചെയ്തത്. എന്തായാലും എനിക്ക് തന്നു. ഞാൻ വാങ്ങിയത് കൊണ്ടത് കറക്റ്റ് തന്നെ ഉപയോഗിച്ചു. ഉപയോഗിച്ചു തുടങ്ങി 2ന്റെ അന്ന് മുതലേ എനിക്ക് ചെറിയ മാറ്റങ്ങൾ ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഒരു 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് പൂർണ്ണമായിട്ട് ബെഡിൽ സ്വയമേ ചരിഞ്ഞ് കിടക്കാൻ പറ്റി. ഇല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ചരിച്ചു കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചുവര് വരെ നീങ്ങി പോയിട്ട് കൈ കൊടുത്ത് ചരിയേണ്ട അവസ്ഥയാണ്. ഇല്ലെങ്കിൽ നേരെ രായിട്ട് കിടന്നാൽ വെളുക്കുന്നത് വരെ ഒരേ കണക്ക് മലർന്ന് കിടക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു. പിന്നെ നല്ല പെയിൻ ആയിരുന്നു. എങ്ങും ചെന്ന് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഈ കട്ടിയുള്ള പ്രതലത്തിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കരമായ അസഹനീയമായ വേദനയായിരുന്നു നടു. പിന്നെ അതിനെ ഉപ്പുറ്റി വേദന, അങ്ങനെ തുടങ്ങിയ ഒത്തിരി ഇഷ്യൂസുകൾ എനിക്കുണ്ടായിരുന്നു. അപ്പം ഇത് മാറി ഞാൻ വിളിച്ച് പുള്ളിയോട് പറഞ്ഞു. പക്ഷെ പുള്ളി എന്നെ കളിയാക്കുകയാണ് ചെയ്തത്. കാര്യം നിനക്കത് മാറത്തില്ല, നിനക്ക് മാറത്തില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് കളിയാക്കി. പക്ഷെ എനിക്ക് ഏറ്റവും നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഞാൻ ഈ വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് രാവിലെ ഡോളോ 650 ഒരു ഗുളിക, വൈകിട്ട് ഒരെണ്ണം, അങ്ങനെ കഴിച്ചുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്, കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് 4 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടി. പിന്നെ ഞാൻ അത് കറക്റ്റ് ഉപയോഗിച്ചു വന്നു. പക്ഷെ എനിക്ക് അതിനേക്കാളും എല്ലാം ഞാൻ ഒരിക്കലും ഇനി മാറത്തില്ല എന്ന് വിചാരിച്ച ഒരു റിസൾട്ട് എനിക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് 26 വർഷം കൊണ്ട് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റത്തില്ലായിരുന്നു. പച്ചവെള്ളത്തിൽ കുളിക്കുന്ന ടൈമിൽ എന്റെ കുളിച്ചു കഴിഞ്ഞാൽ എന്റെ പിറം മൊത്തം ചൊറിച്ചിലാണ്. ഒരു അരമണിക്കൂറോളം ഞാൻ ഇത് ചൊറിയേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥ. ഒരുപാട് മെഡിസിൻ എടുത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രത്നം ഡോക്ടർ ചികിത്സയായിരുന്നു. ഇത്ര എന്ത് ചെയ്തിട്ടും എനിക്കത് കുറയുന്നില്ല. കാരണം ഡോക്ടർ മരുന്ന് തന്നെ ഡോക്ടർ തന്നെ മടുത്ത് ഇയാള് പച്ചവെള്ളത്തിൽ കുളിക്കേണ്ട, ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. അപ്പൊ എങ്ങും പോകാൻ പറ്റത്തില്ല, ഒരു വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. എന്തിനെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ കരയിൽ നിന്ന് നോക്കി നിൽക്കുന്ന ഒരു ഇതായിരുന്നു. ഒരുപാട് ടെൻഷനും മാനസിക സമ്മർദ്ദങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിലൂടെ ഞാൻ പോലും അറിയാതെ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് 26 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റിയത്. പുറത്ത് ഒരു ചൊറിച്ചിലോ ഒന്നുമില്ലാതെ
ഏത് പാതിരാത്രിയിൽ എപ്പോഴും എനിക്ക് നല്ല രീതിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റുന്നു. അങ്ങനെ ഒത്തിരി റിസൾട്ടുകൾ. പിന്നെ എനിക്കുള്ള ശാരീരികമായ ഒത്തിരി പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇതിലൂടെ മാറ്റാൻ പറ്റി. അതിനൊക്കെ ഞാൻ മോർ യൂസ് ചെയ്തു, അൾട്രാബർ യൂസ് ചെയ്തു. അതിലൂടെ എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടി. പിന്നെ അല്ലാതെയും കുറെ റിസൾട്ടുകൾ ഞാൻ കൊടുത്ത വ്യക്തികൾക്കും കിട്ടിയതുണ്ട്, അല്ലാതെ എന്റെ വീട്ടിലും കിട്ടിയതുണ്ട്. അപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ എന്റെ ഫാമിലിയിൽ എല്ലാ പേർക്കും മേടിച്ചു കൊടുത്തു. അച്ഛനും അമ്മയ്ക്കും എല്ലാം മേടിച്ചു കൊടുത്തു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും ഈ പ്രൊഡക്റ്റ് എടുത്ത് അത് സ്വന്തമായിട്ട് ഉപയോഗിക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സിദ്ധമ്മ. നമ്മളുടെ ഓരോരുത്തരുടെയും ഇതുപോലുള്ള വ്യത്യസ്തമായ റിസൾട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. അടുത്താണ് എല്ലാവർക്കും ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇതിലുള്ളവര്. എല്ലാവരും നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്താലേ നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് ഒരാൾക്ക് കിട്ടിയ റിസൾട്ട് അല്ല മറ്റൊരാൾക്ക് കിട്ടുന്നത്. അപ്പോ നമ്മളിതെല്ലാവരും അറിയാൻ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, കേൾക്കാം സാർ, പറഞ്ഞോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് റസാഖ് പട്ടാമ്പി. കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. വളരെ നല്ല മാറ്റമാണ് എനിക്ക് കിട്ടിയത്. എന്ന് വെച്ചാല് കാലിന്റെ മുട്ടുവേദന ആയിരുന്നു എന്റെ പ്രശ്നം. 25 വർഷത്തോളം ഗൾഫിൽ ജീവിച്ചിട്ട് കിട്ടിയ സമ്പാദ്യമാണ്. ഒരുപാട് ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തി അവസാനം സർജറി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ഒരു സ്നേഹിതൻ വഴി തന്നതാണ്. അത് ഉപയോഗിച്ച് നല്ലൊരു മാറ്റം പതുക്കെ വന്നു. ഇപ്പോൾ നല്ല വളരെ ക്ലിയറായിട്ട് കാലൊക്കെ മുട്ടുമടക്കാനും നടക്കാനും പറ്റുന്ന രീതിയിൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് റിസൾട്ടുകൾ അത് കൂടാതെ തന്നെ കിട്ടി. അങ്ങനെ എൻ്റെ വീട്ടിലുള്ളപ്പോൾ എല്ലാവർക്കും എല്ലാ ബെഡിലും എനിക്ക് ഞാൻ കൊടുത്തു. എൻ്റെ ഭാര്യ, എൻ്റെ മക്കള് എല്ലാവരും ഉപയോഗിക്കുന്നു. അതുപോലെ എൻ്റെ നാട്ടില് നല്ല റിസൾട്ടുകൾ ഞാൻ കൊടുത്തൊക്കെ നല്ല റിസൾട്ടുകളാണ് കിട്ടിയത്. എല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നു. അങ്ങനെ എൻ്റെ അപ്ലൈന് ബബിത മേഡാണ്, അവരാണ് ഞങ്ങളിലേക്ക് ഇത് എത്തിച്ചത്. എല്ലാവരോടും പറയാനുള്ളത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു റസാഖ് സർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എന്റെ പേര് നാരായണൻ. എന്റെ സ്വദേശം പുത്തുംകുരിശാണ്. ഞാൻ ഈ സാധനം കിട്ടിയത് ഒരു 1.5 വർഷം മുമ്പ് എനിക്ക് തന്നു. പക്ഷെ തന്നുപോയ ആള് ഇതിനെ കുറിച്ചുള്ളൊരു വിവരണം എനിക്ക് തന്നില്ല. എന്നിരുന്നാൽ തന്നെയും അതിനുശേഷം ജോമേൻ സാറാണ് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ ഡെമോ തരികയും ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തത്. ഞാൻ അതിന് പ്രകാരം യൂസ് ചെയ്തു. എനിക്ക് നല്ലൊരു സുഖം കിട്ടി. അതേപോലെ തന്നെ ഞാനിത് വേറെ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള നെയ്ബറിന് ഇത് കൊടുത്തു. അവർക്ക് ഹൈ ഷുഗർ
അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു സാധനം അങ്ങനെ ചെയ്യണം എന്ന് പറയാം. അവരുടെ ഹസ്ബൻഡ് പറഞ്ഞു വെള്ളമൊന്നും ഇനി അധികം കുടിക്കേണ്ട, കാരണം ഇനി ചിലപ്പോൾ ലെവലിൽ താഴെ പോകുമെന്ന് പറഞ്ഞ് അവർക്ക് പേടിയായിരുന്നു. അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് അവരോട് പറഞ്ഞു അത് കുഴപ്പമില്ല, ആ ലെവലിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. ഇന്നിപ്പോ അവർ വളരെ സുഖമായിട്ടിരിക്കുന്നു, നല്ല രീതിയിൽ അവര് ഇരിക്കുന്നു. പിന്നെ വേറൊരു കുട്ടി, അത് നേരത്തെ പറഞ്ഞതാണ്, കാല് വയ്യാതിരുന്നൊരു കുട്ടി, അവർക്ക് സുഖമില്ലാതെ വന്നപ്പോ ഞങ്ങളവിടെ ചെല്ലുകയും അവരുടെ ആ കുട്ടിയുടെ പറഞ്ഞു അതിന്റെ അമ്മയ്ക്കാരും സുഖമില്ലായിരുന്നത്. അതിന്റെ കാലയിൽ ഞങ്ങള് വാട്ടർ പേപ്പർ കെട്ടി കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് എണീച്ച് നടന്നു. ഓരോ നമ്മളോട് സാധനം വാങ്ങിച്ചു. അവരും ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. ഇത് എന്തായാലും ദൈവത്തിന്റെ കയ്യൊപ്പിട്ട പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നല്ലൊരു ഇത് തന്നെയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു സർ. അതിലൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇതിന് റിസൾട്ട് കിട്ടുന്നതല്ല. ആ വാങ്ങിച്ച അന്ന് മുതലേ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് ആണ്. പറഞ്ഞോ സാറേ. എൻ്റെ പേര് തമ്പി എന്നാണ്, വീട് പെരുമ്പാവൂരാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് എൻ്റെ ഫസ്റ്റ് ഐഡിയ അടിക്കാൻ വേണ്ടിയിട്ട് എന്നെ കാണാൻ വേണ്ടി നമ്മുടെ മനോജ് സാർ, ഗ്രേറ്റ് ലീഡർ മനോജ് സാറ് പെരുമ്പാവൂർ വരികയും ഏകദേശം ഒരു 3.5 കൊല്ലം മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്തെങ്കിൽ, പക്ഷെ എൻ്റെ അന്ന് അസോസിയേറ്റ് ചെയ്ത ആള് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് എൻ്റെ ഐഡിയ അടിച്ചിട്ടുണ്ടോ എന്നൊരു എനിക്കറിയില്ല. പക്ഷെ മനോജ് സാറാണ് അന്ന്, മനോജ് സാറും മറ്റേ ഈ പറഞ്ഞ ആളും കൂടിയാണ് വന്നത്. പിന്നീട് എനിക്ക് 2 പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. കാരണം എൻ്റെ അമ്മയ്ക്ക് ഒരു 55 വർഷം മുമ്പ് ഒരു ഇടിവെട്ട് പറ്റി, 3-ന്റെ അന്ന് ബോധം വന്ന് ഒരു 55 വർഷമായിട്ട് അമ്മ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുകയായിരുന്നു. ഉറക്കമില്ലായ്മയും എന്നും മേലുവേദനയായിരുന്നു. എനിക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കാനായിട്ട് എനിക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് സാധിച്ചു. ഒന്നത്. രണ്ടാമത് എൻ്റെ മകന് കൂർക്കമ്പലി ഉണ്ടായിരുന്നു. ആ കൂർക്കമ്പലിക്ക് ശമനം കിട്ടിയാവുന്ന ആ പ്രോഡക്റ്റ് അവൻ സൗദിയിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയി. സമ്മതിച്ചു തരില്ല, പിള്ളേരാരും സമ്മതിച്ചു തരില്ല, പക്ഷെ അത് കൊണ്ടുപോയി. മൂന്നാമതായിട്ട് എനിക്ക് കിട്ടിയ ഗുണം നിരവധിയാണ്. എനിക്ക് യൂറിക് ആസിഡിന്റെ വിഷയം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. എൻ്റെ കാലിന്റെ മുട്ടിന്റെ വേദന മാറിക്കിട്ടി. വെരിക്കോസ് വെയിൻ ഒരു 90% കുറഞ്ഞു. പൈൽസിന്റെ വിഷയം ഉണ്ടായിരുന്നു. ഏകദേശം 10ഓളം അസുഖങ്ങൾ, മസിലൊക്കെ പിടിക്കുന്ന വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ അസുഖങ്ങൾ വന്നപ്പോൾ എനിക്ക് ഇതൊരു ചാരിറ്റി പോലെ, ഞാൻ ഒരു 25 വർഷമായിട്ട് ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇത് ചാരിറ്റി പോലെ ഞാൻ ഇത് ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കി. അങ്ങനെ ഞാൻ പലരോടും സംസാരിച്ചു. ഞാനൊരു എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു, തമ്പി ഞാനൊരു ഡോക്ടറാണ്, ഞാൻ വേറൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അകത്ത് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റിനകത്തില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ മകന്റെ കൂർക്കമ്പലി മാറി എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ അവര് കൂർക്കമ്പലി മാറുമോ, അച്ചായൻ തന്നെ കൂർക്കമ്പലിയാണ്, അതുകൊണ്ട് എനിക്ക് ആ പ്രൊഡക്റ്റ് ഇന്ന് തന്നെ വേണം എന്ന് പറഞ്ഞ് അച്ചായനെയും വിളിച്ച് അന്ന് തന്നെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചേക്കാണ്, തമ്പി ഇതിനകത്ത് പകൽ കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ കുഴപ്പം, ഇതുവരെ യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണല്ലോ, എന്താന്ന് ചോദിച്ചു. അപ്പോഴാ പറഞ്ഞു എനിക്ക് 10-20 വർഷമായിട്ട് ഇടതുവശം ചേർന്ന് 1 മിനിറ്റ് പോലും കിടക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് എത്ര നേരം വേണമെങ്കിലും കിടക്കാം, അതുകൊണ്ട് ഞാൻ പകലും കയറി കിടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ദൈവത്തിന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ആണ്, ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉപയോഗിച്ചു. പക്ഷെ പ്രൊമോട്ട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചു, പക്ഷെ ഇല്ല, പ്രൊമോട്ട് ചെയ്തില്ല. കാരണം അവരുടെ എത്തിക്സിന് വിരോധമുള്ള തന്നെ 2ാമത്തെ ദിവസം തന്നെ വിളിച്ചു, തമ്പി ഇന്നത്തെ വല്ല മാജിക്കോ മന്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചു. അപ്പോഴാ പറഞ്ഞു ഞാൻ രാവിലെ കട്ടിലയിൽ എഴുന്നേറ്റിരിക്കും, അവിടെ നിന്ന് എഴുന്നേക്കാൻ എനിക്കൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വേണം. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ഇന്നലെയും ഇന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. അപ്പൊ എനിക്കൊരു സംശയം ഇന്നത്തെ വല്ല മാജിക്കോ മന്ത്രമാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും ഞാൻ പറഞ്ഞു ചേച്ചി ഇതൊരു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടിയ ഈ അവസരം, ഇപ്പൊ ഈ സൂമിൽ കയറിയിരിക്കുന്ന ഏകദേശം 186ഓളം പേരുണ്ട്. ഇവരെല്ലാവരും വെൽനസ് അഡ്വൈസർമാരായിട്ട് മാറണം. ഇനി നമുക്ക് വേണ്ടത് ആശുപത്രികളല്ല. അതുകൊണ്ട് നമ്മൾ എനിക്കിത് മാത്രമല്ല, ലിവർ സിറോസിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന 100 കണക്കിന് അതുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്.
പക്ഷെ കയറിയിരിക്കുന്ന ഒരു റിസൾട്ട് പറയാൻ എന്താണ് അമാന്തം കാണിക്കുന്നത് എന്ന് എനിക്കറിയാം. അവര് ചാടി പറയണം. പുതുതായിട്ട് വന്നേക്കണവരും റിസൾട്ട് കിട്ടിയേക്കണവരും എല്ലാവരും റിസൾട്ട് കിട്ടിയേക്കണവരും. പക്ഷെ അവർ പറയാൻ എന്തുകൊണ്ട് മടിക്കുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോഴും സംശയമാണ്. പക്ഷെ ഇനിയും എല്ലാവരും പറയുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ തൽക്കാലം നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അതെ അതെ അതെ, പറഞ്ഞോളൂ. എല്ലാവർക്കും നല്ലൊരു ഡേ നേരുന്നു. എന്റെ പേര് സഫി അബ്ബാസ്. ഞാൻ മൂവാറ്റുപുഴ പഴക്കാപ്പള്ളി സ്വദേശിനിയാണ്. ഞാൻ ഈ കൺസെപ്റ്റില് ഫാമിലി സപ്പോർട്ടോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് 3 വർഷം മുമ്പ് തമ്പി സാറ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു. അന്ന് ഞങ്ങൾക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ട്രഡീഷണൽ രീതികളൊക്കെ ഇപ്പൊ ഡൗൺ ആണല്ലോ. അന്ന് ഷോപ്പിലിരിക്കുമ്പോൾ മലപ്പുറത്ത് നിന്ന് വന്നൊരു സമദ് സാർ എന്ന് പറഞ്ഞൊരു സാറാണ് ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ട് തന്നത്. ഷോപ്പുമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഏതൊരു കസ്റ്റമർ വന്നാലും നമ്മൾക്ക് ഇപ്പൊ പുറത്തുനിന്ന് എന്ത് ബിസിനസ് ആയിട്ട് ആര് വന്നാലും നമ്മളത് അഡ്മിറ്റ് ചെയ്യും. കാരണം നമ്മളും ജീവിക്കാൻ വേണ്ടി ഇപ്പൊ ഓരോരുത്തർ രാവിലെ ഇറങ്ങുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം നമ്മളൊരു കടയായിട്ട് ഇരിക്കുന്നു. ഇപ്പൊ പുറത്തുനിന്ന് ഒരാളൊരു സാധനമായിട്ട് വന്നാൽ പറയും അവർക്കൊരു സെയില് കൊടുത്തേക്ക്. കാരണം അവര് കുടുംബത്തിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അത് അങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങൾ ആ സാധനം വാങ്ങിയത്. ഞങ്ങൾക്ക് ബിസിനസ്സായിട്ട് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പോലെ നടത്താനൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു. കുറച്ചു കാലം ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. കുറച്ചു കാലം അത് ഉപയോഗിച്ചു. പക്ഷെ ബിസിനസ്സായിട്ട് അന്ന് മനസ്സിലായതും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കാതെ നമ്മുടെ കൊറോണ വന്നു. പിന്നെ കച്ചവടങ്ങളൊക്കെ വളരെ ഡള്ളായപ്പോ ഞങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് വേറൊരാൾ വന്ന് പറഞ്ഞ് ഞങ്ങള് ഒരു മിനി പിക്കപ്പ് സെന്ററോട് കൂടി നല്ല രീതിയിൽ ഇപ്പൊ ബിസിനസ്സായിട്ട് ഏറ്റെടുത്ത് പോകുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയ ടീമുണ്ട് പഴകാപ്പള്ളിയില്. ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ മകനും ഇതിനകത്ത് ഐഡിയ അടിച്ച് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം ഉമ്മ ഉപയോഗിച്ചുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ ബിസിനസ്സായിട്ട് ഏറ്റെടുത്തപ്പോ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. വീണ്ടും രണ്ടാമതൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. അതും ഞങ്ങൾ ഫാമിലി ഞാനും ഉപയോഗിക്കുന്നു. ഇപ്പൊ ഒരു പെയിൻ കില്ലർ പോലെ ഈ പ്രോഡക്റ്റ് ഞങ്ങൾ ഉപയോഗിക്കുന്നു. കാരണം ഒരു തലവേദന വന്നാലോ ഒരു നടുവേദന വന്നാലോ നമ്മളൊരു പെട്ടെന്നൊരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കും. അത് ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല അങ്ങനെ ഗുളിക കഴിക്കുന്നത്. കാരണം ടാബ്ലറ്റ് കഴിക്കുമ്പോൾ കിഡ്നിയെ ബാധിക്കും, അത് പ്രശ്നമാകും, ഗുളിക കഴിക്കരുതെന്ന്. പക്ഷെ ഞാനും ഉമ്മയൊക്കെ കാണാതെ പെയിൻ കില്ലർ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഈ പ്രോഡക്റ്റ് എക്സ്റ്റേണൽ 5 പ്രോഡക്റ്റ് ഉണ്ട്. അത് എക്സ്റ്റേണലായിട്ട് എവിടെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഒരു കൈക്ക് പെട്ടെന്നൊരു പെയിൻ വന്നു അല്ലെങ്കിൽ ബാക്ക് പെയിൻ വന്നു, എങ്ങനെ വന്നാൽ പോലും നമുക്ക് ഈ പ്രോഡക്റ്റുകൾ എവിടെ വേണേലും ഉപയോഗിക്കാം. ഏത് കുടിലിലും കൊട്ടാരത്തിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് ചങ്കൂറ്റത്തോടെ പറയാം. കാരണം ഇത് മെഡിസിൻ വേണ്ട, അകത്ത് കഴിക്കണ്ട, പുറമെ പെരട്ടണ്ട. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് 220ഓളം രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. ഇന്ന് ചങ്കൂറ്റത്തോടെ ഞങ്ങൾ ഈ പ്രോഡക്റ്റ് പലരോടും ഇതിന്റെ റിസൾട്ടുകൾ അറിഞ്ഞും അതുപോലെ കൊടുത്തവർക്ക് 50-60ഓളം പേർക്ക് ഇപ്പൊ ഞങ്ങൾ ഈ ബിസിനസ്സായിട്ട് ഏറ്റെടുത്തിട്ട് 9 മാസം. അടുത്ത ഓഗസ്റ്റ് 25-ാം തീയതി വരുമ്പോ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ട് 1 വർഷമാവുന്നു. ഞങ്ങളിപ്പോ ആരോടും ഇത് പറയുന്നു ഞങ്ങൾ ബിസിനസ്സായിട്ട് ഇത് മാത്രം ഞങ്ങളുടെ എന്താ പറയാ ഷോപ്പൊക്കെ നിർത്തിയിട്ട് ഫുൾ കരിയറായിട്ട് ഞങ്ങൾ ഈ ബൈറ്റോറി ഏറ്റെടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ബിസിനസ്സിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവാ. സംബി സാറിനെയൊക്കെ നമുക്ക് പേഴ്സണലി അറിയാം. നമ്മുടെ അളിയന്റെ കൂട്ടുകാരനാണ് പെരുമ്പാവൂർ ജിന്ന സാഹിബിന്റെ. അപ്പൊ സാറ് ഇപ്പൊ പറഞ്ഞപ്പോ എന്തിനാ മടിച്ചിരിക്കുന്നത്, ഇപ്പൊ 154 പേര് ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറഞ്ഞൂടെ നമ്മുടെ പ്രോഡക്റ്റിന് എന്താ കുറ്റം, നമുക്ക് എവിടെ വേണമെങ്കിലും പറയാം. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. ഈ ഇരിക്കുന്ന എല്ലാവർക്കും റിസൾട്ട് കിട്ടിയവർ അവരെല്ലാവരും ചാടി വേണം പറയാൻ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സുജയ മാഡം. മാഡം പറഞ്ഞോളൂ, അടുത്താണ്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഷെറീന. കോഴിക്കോട് രാമനാട്ടുകരയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ അതിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതേപോലെ മുൻപൊരു തവണ ഞാൻ ഞായറാഴ്ച ദിവസം റിസൾട്ട് പറഞ്ഞിരുന്നു. അപ്പൊ പറഞ്ഞ പോലെ തന്നെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് മാറി നിന്നത്. എനിക്ക് 6ഓളം രോഗങ്ങൾ ഉണ്ടായിരുന്നു. 22 വർഷം ഹസ്ബൻഡും കുട്ടികളെയും കൂടെ ഗൾഫിൽ ജീവിച്ചിരുന്നു. രോഗം കൊണ്ട് പൊറുതിമുട്ടിയൊരു വ്യക്തിയാണ്. നാട്ടിൽ വന്നിട്ട് രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി മാത്രം തിരിച്ചു പോകാതെ നാട്ടിൽ നിന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴായിട്ടും. മെയിനായിട്ട്
വായില് അൾസർ, വയറ്റിനകത്ത് അൾസർ, വെരിക്കോസ് വെയിന്, തൈറോയ്ഡ്, ഗ്ലൂട്ടന്റെ ബുദ്ധിമുട്ട് കാരണം ഗോതമ്പിന്റെയും മൈദന്റെയും ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അതിലുപരി ഗൾഫിലാണല്ലോ, എല്ലാവർക്കും അറിയാലോ, കുബൂസ് റൊട്ടികൾ, പലതരം റൊട്ടികളും കഴിക്കല് ഗോതമ്പ് മൈദന്റെ സാധനമാണല്ലോ, ഒന്നും കഴിക്കാൻ പറ്റും. അരി ഭക്ഷണം കഴിച്ചാൽ വണ്ണം കൂടുക, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട്. അതിലുപരി കാൽമുട്ട് വേദന ഉണ്ട്. 80 കിലോ ഉണ്ടായിരുന്നു. ഒരുപാട് ചികിത്സിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഒഴിവാക്കിയാണ്. കാരണം മെഡിക്കൽ കോളേജിൽ ഞങ്ങളവിടെ കോഴിക്കോട് മീൻസ് അവിടെയൊക്കെ കൊണ്ടുപോയി കാണിക്കുമ്പോ എല്ലാ ഡോക്ടർമാരും ഒരേ മരുന്നായിരുന്നു ഇരുത്തുന്നത്. അവസാനം പാലെത്തി കോട്ടയം. അവിടുത്തെ മരുന്ന് 3 വർഷം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്പം ഒരു റിലാക്സ്ഡ് ആയി. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോ അവിടുത്തെ മരുന്ന് നിർത്തുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വീണ്ടും വരും രോഗങ്ങൾ. അതിലേക്ക് കുളിച്ചു കഴിഞ്ഞ് നേരത്തെ ഒരു മാഡം പറഞ്ഞു ചൊറിച്ചില് എനിക്കും ഉണ്ടായിരുന്നു. കുളിച്ചു കഴിഞ്ഞാല് ശരീരം ആശങ്കല് ചൊറിച്ചിലായിരുന്നു. കണ്ടാൽ ഒരു കുഴപ്പമില്ല. 80 കിലോ ഉള്ള വെയിറ്റ് നടക്കുന്ന ആള് കാഴ്ചയിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പൊറുതി മുട്ടിയ സമയത്താണ് എന്റെ കസിന് ജാസ്മിൻ എന്ന് പറഞ്ഞൊരു ആള്, എന്റെ അമ്മയുടെ ഒരു അനിയത്തിന്റെ മകള് വീട്ടിൽ വന്നപ്പോ എന്റെ ഒരു ഒറ്റ അവരുടെ കൂടെ ഫുഡ് കഴിക്കാതിരിക്കാതായപ്പോ ചോദിച്ചപ്പോ മോള് പറഞ്ഞു, ഉമ്മ ഇതൊന്നും കഴിക്കൂല, നമുക്ക് ഇതൊക്കെ കഴിച്ചാൽ ചൊറിച്ചിലും പ്രശ്നങ്ങളും എല്ലാ രീതിയിലും നമുക്ക് രോഗമാണെന്ന്. അങ്ങനെ അവരാണ് ഇത് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷെ വാങ്ങാൻ ആഗ്രഹം എന്റെ ഹസ്ബൻഡ് പറഞ്ഞ ഹോസ്പിറ്റലൊക്കെ അടച്ചു വിട്ടേണ്ടി വരും, ഇതൊക്കെ തട്ടിപ്പാണ്, വെറുതെ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മകൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കസിന് ജാസ്മിൻ മാഡം പറയില്ലല്ലോ. ജാസ്മിൻ മോൻ പറഞ്ഞ് നമ്മളവിടെ അങ്ങനെ വിളിക്ക, എളാമാന്നും ആമാന്നൊക്കെ വിളിക്കൂ. അങ്ങനെ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ജാസ്മിൻ മാമി പറയില്ലല്ലോ അത്, അങ്ങനെ പറയില്ലല്ലോ. എന്തായാലും നമുക്കൊന്ന് വാങ്ങാം, അടുത്ത മാസം വാങ്ങാം. അടുത്ത മാസം ഇനിയിപ്പോ എന്തായാലും പറ്റൂല, അടുത്ത മാസം വാങ്ങാറുണ്ട്. ഹസ്ബൻഡ് ശ്രദ്ധിച്ചില്ല, ചെവിക്കൊടുത്തില്ല. അപ്പം ജാസ്മിന് പറഞ്ഞാൽ എല്ലാം ഒരു ഉറപ്പുള്ളൂ. എനിക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. പടച്ചവന്റെ അനുഗ്രഹത്താൽ ഈ പ്രൊഡക്റ്റ് മോൻ വാങ്ങിച്ചു തന്നു, ഞാനത് ഉപയോഗിച്ചു. എന്റെ ഒരു മൂത്ത കുട്ടി ദുബായിൽ തന്നെ 20 വയസ്സായ കുട്ടി മരിച്ചു പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് പലരും ഇതിൽ കേട്ടിട്ടുള്ള ആളുകളാണ്. എന്നതിന് ശേഷമാണ് ഞാനും മാനസികമായി തളർന്നതാണ്. അതാണ് ഏത് രോഗങ്ങളെ തുടക്കം അവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് നാട്ടിൽ നിന്ന് കുറെ ചികിത്സിച്ചിട്ട് ഒന്നും കുറവില്ല. ഞാൻ പറയുമ്പോ ചെറിയ മോനും എന്റെ ഹസ്ബൻഡിനും പറയും, നിങ്ങൾ അവിടെ ഒന്നോളൂ, ഞാൻ ഈ നാട്ടിലില്ല, ദുബായിലേക്ക് ഞാൻ ഇല്ല എന്നാ പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടൈമിന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ കുറയ്ക്കുകയാണ്, കാര്യങ്ങളൊക്കെ കുറച്ച് പറയാൻ. അങ്ങനെ ജാസ്മിന് പറഞ്ഞൊരൊറ്റ വാക്കില് ഞാൻ എന്റെ മകൻ വാങ്ങിച്ചു തന്നു. ഞാൻ അത് ഉപയോഗിച്ച് ആദ്യം എനിക്ക് ഉറക്കാണ് കിട്ടിയത്. കാരണം എനിക്ക് ഉറക്കില്ലായിരുന്നു. മകൻ മരിച്ചതിന് ശേഷം ഉറക്കം കുറവാണ്, വളരെ കുറവ്. ദിവസത്തെ 2-3 മണിക്കൂർ ഉറങ്ങുള്ളൂ. ആദ്യം എനിക്ക് ഉറക്കം കിട്ടിയപ്പോ ഞാൻ കരുതി ഇത് തോന്നാണ്, ഞാൻ ഉറങ്ങുന്നുണ്ടാവില്ല, എനിക്ക് തോന്നാണ്. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ മോളോട് പറഞ്ഞു, നീ ഞാൻ ഉറങ്ങിപ്പോയെന്ന് വന്ന് നോക്കണോ, ഞാൻ ഉറങ്ങാണോ അല്ലേ നോക്കണേ എന്ന് പറഞ്ഞു. അമ്മ ശരിക്കും ഉറങ്ങുന്നുണ്ട്, സത്യമാണ്, ഉമ്മച്ചി ഉറങ്ങുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഉമ്മനെ വിളിച്ചിട്ട് പോലും ഉമ്മ അറിയുന്നില്ല എന്ന്. പിന്നെ ബോഡിക്കൊക്കെ ഒരു സുഖം തോന്നാൻ തുടങ്ങി. ബെഡിൽ നിന്ന് എണീക്കുമ്പോഴൊക്കെ നല്ലൊരു സുഖം തോന്നുന്നു. മറ്റേക്ക് രാവിലെ എണീറ്റാല് എണീക്കാനേ കഴിയില്ല, എല്ലാ ജോയിന്റിലും പെയിനാണ്. വീണ്ടും ഞാൻ പറയണേ, പടച്ചവൻ അനുഗ്രഹത്താല് എനിക്ക് ഉറക്കം കിട്ടി, ബോഡി പെയിൻ കുറഞ്ഞു. അതോടൊപ്പം പതുക്കെ അൾസർ കുറയാൻ തുടങ്ങി. അൾസർ എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട്, ഒരു മരുന്ന് കഴിച്ചിട്ട് എനിക്ക് അൾസർ മാറുന്നില്ല. അതിന്റെ അകത്ത് പ്രത്യേകിച്ച് ആർക്ക് കണ്ടാലും പാവം തോന്നും, ഒന്നും കഴിക്കാൻ കഴിയില്ല. അങ്ങനെ വെരിക്കോസ് വെയിന്റെ കാല് കടച്ചിൽ കുറഞ്ഞു, വീട്ടിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി, ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇഷ്ടായി, പ്രൊഡക്റ്റ് ഇഷ്ടായിട്ട് ജാസ്മിൻ മാഡാണ് ഇത് എനിക്ക്, ഞാൻ മാഡം എന്ന് വിളിച്ചപ്പോ ശീലിച്ചിട്ടുണ്ട്. എന്റെ കസിനാണ്, എന്റെ അനിയത്തിയാണ്. എന്നാലും ഞാൻ റെസ്പെക്റ്റോട് കൂടി വിളിച്ച് അങ്ങനെ ശീലിച്ചു. ഞാൻ പറഞ്ഞ് എന്റെ ഇളയമ്മോട് പറഞ്ഞു, എനിക്ക് ഇതില് ആഡായപ്പോൾ ആരൊക്കെ ആൾക്കാര് ചേരണോ, ബിസിനസിന്റെ സാധ്യത പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എനിക്ക് ഇതിൽ ആഡായ കൊള്ളാന്നുണ്ട്, ഇതേപോലെ എല്ലാവർക്കും വാങ്ങി കൊടുക്കാനോ. ഞാനും ഈ ഒരു ഫാമിലിയിലേക്ക്, ഈ ബാറ്റോരം ഫാമിലിയിലേക്ക് ഞാനൊരു മെമ്പറായി. ഞാനും വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. 100ഓളം ആളുകൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പഠിച്ചവന്റെ അനുഗ്രഹത്തിൽ ഞാൻ ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്.
എല്ലാവരോടും പറയാനുള്ള ഇത് തന്നെയാണ്, കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. കുറച്ചൊരു ഗുണം കിട്ടുമ്പോ അത് മാറ്റി വെക്കരുത്, വെള്ളം കുടിക്കരുത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ടച്ച് പോവാണ്. ഇത് ഉപയോഗിച്ച സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു ബാങ്കിൽ നമ്മള് ഡിപ്പോസിറ്റ് ക്യാഷ് ഇടുന്ന പോലെ ഇവായിട്ട് ഒരു പ്രൊഡക്റ്റ് ഒരാളെ കയ്യിലുണ്ടെങ്കിൽ നല്ല ധൈര്യ. തൊണ്ടവേദന വന്നാൽ തൊണ്ടക്ക് കെട്ടി കൊടുത്താൽ മതി, തൊണ്ടവേദന പറയും. തലവേദന വന്നാൽ തലവേദന കെട്ടി കൊടുത്താൽ ഉടനെ വേദന പറയും. നമ്മുടെ ഒരു സത്യം പറയണതിൽ ഒരു അസെപ്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. എല്ലാരും ഉപയോഗിക്കുക, എല്ലാരും റിസൾട്ട് എടുക്കുക, മറ്റുള്ള ഏരിയയിലേക്ക് ഇത് എത്തിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു ഷെറീന മാഡം. ഓക്കെ, അതാണ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് എന്തിനൊക്കെയാ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ആവശ്യങ്ങൾ പറയാനില്ല. എല്ലാ കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാം. നമ്മുടെ ജീവിതത്തില് നമ്മളുടെ വെൽനെസ്സിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മള് ഒരു മുതൽക്കൂട്ടാണ്. നമ്മള് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടേക്കുന്നത് പോലെയാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മളൊരു വെൽനസ് പ്രൊഡക്റ്റ് എന്നുള്ളതിനെ ഈ മാഗ്നറ്റിന്റെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മൾ വീട്ടിൽ കരുതി വെക്കുന്നതും. അടുത്താളെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ നിന്നാണ്. എനിക്ക് ഇത്രയും കാലം പറയാനുണ്ട്. എനിക്ക് ഇത്രയും കാലം ഞാൻ കുറെ പറഞ്ഞതാണ്. ഇപ്പൊ മാട്രസ് ബെഡിനെ പറ്റിയാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് മോർ പവർ ഈ അൾട്രാബെറി ജ്യൂസിനെ പറ്റിയാണ് പറയാനുള്ളത്. എന്റെ ഹസ്ബൻഡിന് ഷുഗർ തീരെ കുറയുന്നില്ലായിരുന്നു. നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കുറയുന്നേ ഇല്ലായിരുന്നു. ഇപ്പം നമ്മളെ അൾട്രാബെറി ജ്യൂസ് ഒരു 3 ആഴ്ചയായി ഞാൻ വാങ്ങി കൊടുക്കുന്നു, ഉപയോഗിക്കൽ തുടങ്ങി. ഷുഗർ ഇപ്പം 130 എത്തി. അതുപോലെ എൻ്റെ മകനും നല്ല മാറ്റങ്ങളുണ്ട്, ഞങ്ങൾക്കൊക്കെ നല്ല മാറ്റങ്ങളുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്റെ പേര് സുധർമ്മ എന്നാണ്. ഇപ്പൊ ഇതിനകത്ത് മോഹിനി എന്നാണ്, കാരണം ചേച്ചിയുടെ ഫോണാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയം പാറപ്പുഴ എന്ന സ്ഥലത്ത് താമസിക്കുന്നത്. ഞാനൊരു ഫിലിം ആർട്ടിസ്റ്റാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് എപ്പോഴും മീറ്റിങ്ങിന് കയറാൻ പറ്റത്തില്ല, കാരണം ഷൂട്ടിങ്ങിലായിരുന്നു. ഞാനാണ് വന്നത്. ഞാൻ ഈ അവസരത്തിലോട്ട് വന്നിട്ട് എൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞ റിസൾട്ട് എപ്പോഴും പറയണല്ലോ, കാരണം ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരാണല്ലോ. കാരണം നമുക്ക് കിട്ടിയ അനുഭവം നമുക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട്, എനിക്ക് എൻ്റെ കൈ വയ്യായിരുന്നു. എനിക്ക് ഞരമ്പ് സംബന്ധമായിട്ട് എന്തോ ഒരു വിഷയമായിരുന്നു. അത് മെഡിക്കൽ കോളേജിലെ ചികിത്സയായിരുന്നു. പക്ഷെ എനിക്ക് കൈയിലെ വിരല് മടങ്ങത്തില്ലായിരുന്നു. മടങ്ങിയ പിന്നെ വരത്തില്ല, നൂരെ മടങ്ങത്തില്ല, അങ്ങനെയായിരുന്നു. ഞാൻ ഒത്തിരി മരുന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിച്ചാലും എനിക്ക് വലിയ ഗുണമൊന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ ഒരു ട്രിപ്പിന് പോകുമ്പോൾ 10,000-4,000 രൂപയൊക്കെ ആകുമായിരുന്നു. അതിനെനിക്കൊരു ഒത്തിരി ടെൻഷനായിരുന്നു. എൻ്റെ കൈക്ക് ഇത് എന്ത് പറ്റി, വീട്ടിൽ എനിക്ക് ഒന്നും തന്നെ എനിക്ക് ചെയ്യാൻ മേല. സത്യം പറഞ്ഞാൽ കിച്ചണിൽ കയറുമ്പോൾ പാത്രങ്ങളെല്ലാം താഴെ പോവുക, എനിക്കൊന്ന് തുണി കഴുകത്തില്ല. സത്യം പറഞ്ഞാൽ കുളിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. ഞാൻ വീട്ടിൽ ആരോടും പറയത്തുമില്ലായിരുന്നു, കാരണം ചേച്ചിക്കൊക്കെ വേറെ ജോലി ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ തുണിയൊക്കെ ബക്കറ്റ് ഇട്ട് ചവിട്ടി കഴുകാൻ 2 മാസത്തോളം. അങ്ങനെ എൻ്റെ തുണി മാത്രം ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ തുണി അമ്മയുടെ തുണി ചേച്ചി തന്നെ കഴുകുമായിരുന്നു. ഒരു കയ്യും എനിക്ക് പൊങ്ങത്തില്ലായിരുന്നു, കാരണം കയ്യും പൊങ്ങാത്തോണ്ട് എനിക്ക് തുണിയൊന്നും വലിച്ചിട്ട് കഴുകാനും വയ്യ. അങ്ങനെ ഞാൻ മാനസികമായിട്ട് ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. കൈ തളർന്നു പോവുകയാണോ എന്താണ്, ഷൂട്ടിങ്ങിനാളും പോകുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷൂട്ടിങ്ങിൽ വെച്ച് എനിക്ക് എൻ്റെ കൈക്ക് വിഷമുണ്ട്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചു, എന്താന്ന് ചോദിച്ചാൽ കാര്യം പറഞ്ഞു. പ്രോഗ്രാമിന് എന്നെ കൊണ്ടുവന്ന് ഞാൻ പ്രോഗ്രാമിന് വന്നു. പക്ഷെ ഞാൻ എല്ലാവരുടെയും പ്രോഗ്രാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ വ്യത്യാസം എനിക്ക് ഇരാറ്റുപേട്ട ഷൂട്ടായിരുന്നു. ഞാൻ പോയി. എൻ്റെ മേഡം എനിക്ക് പ്രോഡക്റ്റ് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പോയി. ചേച്ചി പറഞ്ഞു അവളിവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സാരമില്ല. പക്ഷെ ഞാൻ വന്നു, ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി പ്രോഡക്റ്റ് ഉപയോഗിച്ചു. കാരണം എൻ്റെ ചേച്ചിക്ക് 10-12 വർഷമായിട്ട് ഒട്ടും മേലാത്ത ഒരാളായിരുന്നു ചേച്ചിക്ക്. അങ്ങനെ ചേച്ചി പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. ഞാൻ ഉപയോഗിക്കാതെ ആദ്യം ഞാൻ ചേച്ചിയെ ഉപയോഗിച്ച് നോക്കി. ഉപയോഗിച്ചപ്പോൾ ചേച്ചിക്ക് അതിനകത്ത് ഒത്തിരി മാറ്റം വന്നു. 12 വർഷം സ്ഥിരം ഹോസ്പിറ്റലിലും വീട്ടിലും ആയ ആൾക്ക് പെട്ടെന്നൊരു മാറ്റം വന്നു ചേച്ചിക്ക്. അന്നേരം ചേച്ചി മേടി നല്ലതാണല്ലോ, നീ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ ഇല്ലല്ലോ, ചേച്ചി ഉപയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ ചേച്ചി ഉപയോഗിച്ചപ്പോൾ ചേച്ചിയുടെ 90% ചേച്ചിയുടെ മേലാഴിക്ക് മാറ്റങ്ങൾ വന്നു. കാരണം ചേച്ചിക്ക് നടുവിന് വേദന, കാലുവേദന, ഇല്ലാത്ത അസുഖങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല.
അങ്ങനെ ചേച്ചിക്ക് മാറ്റം വന്ന ഉടനെ ഇവിടെ വന്ന് ഞാൻ പെട്ടെന്ന് കയറി വന്നു. ഞാനും ഇത് ഉപയോഗിച്ചു. ഞാൻ ഉപയോഗിച്ചൊരു ഒരാഴ്ച ആയപ്പോഴത്തേന് എനിക്ക് എന്റെ കൈ പൊക്കി. കൈ വെക്കുമ്പോ ഞാൻ ഓർത്തത് എന്താ എനിക്ക് തോന്നലായിരിക്കും. നോക്കുമ്പോ കൈ ഞാൻ വീശിയപ്പോ അതിന് കൈക്കൊന്നും കുഴപ്പമില്ല. പിന്നെ വിരലുകളെല്ലാം ഞാൻ മടക്കി നോക്കിയപ്പോ എനിക്ക് ഒത്തിരി കൈക്ക് മാറ്റം വന്നു. എന്നാൽ എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിമാരെന്നാ നിങ്ങളത് എടുക്കാൻ പറഞ്ഞു. കാരണം ഞാൻ എന്ത് ചെയ്താലും ചേച്ചിമാർക്ക് രണ്ടുപേർക്ക് ഞാൻ ആദ്യം കൊടുക്കുള്ളൂ, അവരെ ഞാൻ ചേർക്കുകയും ചെയ്യും. അങ്ങനെ ചേച്ചി മൂത്ത ചേച്ചിയെ പ്രൊഡക്റ്റ് പെട്ടെന്ന് എടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല, അലർജിയാണ് ചേച്ചിക്ക്. അവന് ചേച്ചിക്ക് പെടലയ്ക്ക് വേദന, ഇല്ലാത്ത അസുഖം ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ രണ്ടും എടുത്തപ്പോ പെട്ടെന്ന് എന്റെ ചേച്ചി എടുത്ത് ചേച്ചിക്ക് മാറ്റം വന്നു. അതുപോലെ തന്നെ എന്റെ അമ്മ, ഇത്രയും അമ്മയ്ക്ക് അസുഖമുണ്ട്, അറ്റാക്കും പിന്നെ ഈ കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കും. ഞങ്ങൾ വേറെ അമ്മയ്ക്ക് കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു അമ്മ നീ വെള്ളം തന്നെ കുടിച്ചോളാൻ പറഞ്ഞു. അമ്മ ഡെയിലി വെള്ളം മാത്രം അമ്മ യൂസ് ചെയ്യത്തില്ല. അമ്മയ്ക്ക് യൂട്രസിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഞങ്ങളത് 6 മാസം കൂടുമ്പോൾ റിങ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പൊ ഈ വെള്ളം മാത്രം എന്റെ അമ്മ കുടിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പൊ അമ്മയ്ക്ക് അറ്റാക്കിന്റെ ആയിട്ടോ യൂട്രസിനായിട്ടോ ഒരു കുഴപ്പവും അമ്മയ്ക്ക് കാണുന്നില്ല. എന്നിട്ട് ഞാൻ എപ്പോഴും ചോദിക്കും വേദനയുണ്ടോ, യൂട്രസ് മാറാൻ ഇവിടെ റിങ് മാറണ്ടെന്ന് ചോദിക്കുമ്പോൾ മിണ്ടത്തില്ല. വേദന ഇല്ലാണ്ട് ഞങ്ങളിപ്പോ അമ്മ അതിനും കൊണ്ടുപോകുന്നില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ റിസൾട്ട് പറയാനാണ്. നമ്മുടെ വെളിയിൽ നിന്ന് നമുക്കാണെങ്കിലും ഒത്തിരി പേരുടെ റിസൾട്ട് നമുക്ക് പറയാനുണ്ട്. പക്ഷെ എങ്കിൽ സാർമാരും എല്ലാരും പറഞ്ഞ പോലെ നമുക്ക് റിസൾട്ട് പറയാതിരുന്നാൽ നമുക്ക് ഒത്തിരി അനുഭവങ്ങളും അമ്മ മുന്നിൽ കാണാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് എന്റെ കയ്യെ ഞങ്ങൾ ഡോക്ടർ ഊരി നോക്കി ഇതെന്താന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാരണം ഡോക്ടർമാർക്കോടാണ് നമുക്ക് കാര്യങ്ങൾ പറയാൻ. ചിലരും അത് നെഗറ്റീവും പോസിറ്റീവും എല്ലാ സൈഡിലും ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇപ്പൊ ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിലും ഞാൻ ഒത്തിരിയും പേർക്കും എന്റെ റിസർച്ച് കെട്ടി ഉപയോഗം വന്നിട്ടുണ്ട്. കാരണം കൈക്ക് വേദനയോ ഷോൾഡർ വേദന വന്ന് പെട്ടെന്ന് ഞാൻ കെട്ടി കൊടുക്കും. എല്ലാവരും ഇവിടെ എല്ലാവർക്കും ഈ ഷൂട്ടിങ്ങിന് പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് വരാത്തത്. പ്രൊഡക്റ്റ് ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ പല കഴിഞ്ഞ ദിവസം എന്റെ മോന് കാലിനൊരു വിഷയമായിരുന്നു. അവന്റെ കാലിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലിന് വെള്ളം എല്ലാം വളം കഴിച്ച് വിഷയമായിരുന്നു. അങ്ങനെയായി ഞാൻ പറഞ്ഞു മോനെ നീ മരുന്ന് കഴിച്ചു സാധനം വരുന്നു എന്നും ഈ വെള്ളത്തിൽ കാല് കഴുകിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവന് ഡെയിലി കാലിന്റെ വെള്ളത്തിൽ കഴുകി വെള്ളം കുടിക്കുമായിരുന്നു. ഇപ്പൊ 2-3 ദിവസം കാലിന് വെള്ളത്തിൽ കഴുകിയപ്പോ കാലിന് ഒത്തിരി മാറ്റങ്ങൾ വന്നു. അങ്ങനെ നമ്മുടെ റിസൾട്ട് നമുക്കറിയാം. ഒന്നിലൊന്ന് നമ്മുടെ റിസൾട്ട് എല്ലാം തന്നെ എല്ലാവരുടെയും അനുഭവം നല്ല രീതിയിലാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു മാഡം. താങ്ക് യു സുധർമ്മ മാഡം. നല്ലൊരു റിസൾട്ടാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നു. ഇത് നമ്മള് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചാരിറ്റി. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു ഗുണമാണത്. അവരെ അത് മനസ്സിലാക്കി വരുമ്പോൾ അവരും നമ്മളെ അങ്ങനെ തന്നെ കാണും. നമ്മളോടൊരു സ്നേഹവും സന്തോഷവും, നമ്മുടെ അപ്ലൈനോട് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഒരു സ്നേഹം തന്നെ നമ്മൾ ദൈവത്തിന്റെ രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത്. കാരണം നമ്മുടെ പ്രശ്നങ്ങള് മാറിക്കിട്ടിയതാണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോരുത്തരും നമ്മളെയും അങ്ങനെയായിരിക്കും കാണുന്നത്. മോളെ പറഞ്ഞോളൂ. എന്റെ പേര് ഖദീജ, ഞാൻ പട്ടാമ്പി ആണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് ഒരസുഖം ഉണ്ടായിട്ടില്ല. എല്ലാരും പറഞ്ഞ് നല്ലതാണ് പ്രൊഡക്റ്റ്. കാരണം ആദ്യമൊക്കെ അങ്ങനെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉപയോഗിച്ച് എന്റെ ഹസ്ബൻഡിന് ഞാൻ ഉപയോഗിക്കാൻ കൊടുത്തു. അങ്ങനെ ഹസ്ബൻഡ് ഷുഗർ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞ് എന്നോട് ഇതേമാതിരി ഇത് വാങ്ങിയാൽ ആൾക്കാരെ പറ്റിക്കണമാണ് അങ്ങനെയാണ്. അപ്പൊ ഞാനൊക്കെ ഒരുപാട് റിസൾട്ട് അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയ കാരണം ഞാൻ എല്ലായിടത്തും ചോദിച്ചാണ് വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഹസ്ബൻഡിന് കൊടുത്തു. ഹസ്ബൻഡ് പറഞ്ഞത് ഗുളിക കഴിച്ചാല് പിന്നെ മരണം വരെ കഴിക്കേണ്ടി വരുന്നതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്നല്ല പറയാറുള്ളൂ. അതുകൊണ്ട് ഞാനിത് കൊടുത്തു. അവരിപ്പോഴും ഉപയോഗിക്കണം. അവര് ഗൾഫിലാണ്. അവർക്ക് ഷുഗർ ഒന്നും കൂടുതലോ അല്ലെങ്കിൽ ഒരേ ലെവലിലാണ് പോണത്. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ടാണ്. കാരണം ഞാൻ രോഗത്തിനല്ല വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ വാങ്ങിയ ഉടനെ കുറച്ച് ദിവസം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോ ഞങ്ങളൊരു ടൂർ പോകണ്ടായി. പാറപ്പള്ളി എന്ന് പറയും. അവർക്ക് 4 പെൺകുട്ടികളാണ്. മൂത്ത പെൺകുട്ടിയെ ഒരു പേരക്കുട്ടീന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് കുട്ടി ഒന്ന് വീണപ്പോ കുട്ടിയുടെ കൈ വെച്ച് കുത്തിയിട്ട് കുട്ടി കരയാൻ തുടങ്ങി. അന്ന് എന്റെ കൈമേല് ഞാൻ എന്താ എടുക്കാൻ മറന്നു തോന്നുന്നുണ്ടോന്ന്. അപ്പൊ എന്റെ ഒപ്പം കൂടുള്ള ആൾക്കാരെ കയ്യിലുണ്ടായിരുന്നു. ആ കുട്ടിയുടെ കൈമേ കെട്ടി കൊടുത്തു. പിന്നെ അവിടെ എത്തിയപ്പോ പള്ളിപ്പുറം എത്തിയപ്പോ ഞാൻ ഇറങ്ങി അവരെ ഡിസ്ബാൻഡ് അവരെ മറ്റൊരുക്കന് കൊടുത്തു. ഇവിടെ വന്നപ്പോ കുട്ടി അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എന്റെ അടുത്താണ് അവിടെ നിൽക്കല്. പിറ്റേ ദിവസം മദ്രസക്ക് വേണ്ടി പട്ടാമ്പിക്ക് പോയിട്ട് മോള് അവിടെ ഉള്ളത്. അവിടെ പോയി നോക്കുമ്പോ പിന്നെ മദ്രസ വിട്ടു വന്നിട്ട് കുട്ടി കല്യാണത്തിന് പോയപ്പോ അമ്മായി ഇങ്ങനെ പോകുമ്പോ കൈ പിടിച്ചപ്പോ കുട്ടി ഭയങ്കര കരച്ചില്. അപ്പൊ മോളിന്നെ വിളിച്ചു ചോദിച്ചുമ്മ
എന്താ കുട്ടിയെ കയ്യുമ്പോ പറ്റിക്കണേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കയ്യുമ്പോ പറ്റിക്ക, ഒന്നും പറ്റിയില്ല. എന്തേ ചോദിച്ചു. മോന് കൈ പിടിക്കുമ്പോ കരയുണ്ട്, എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഇങ്ങനെ പള്ളിപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ വീണതാണ്, കുഴപ്പമില്ല ചോദിച്ചു. മോനെ മദ്രസ തൊട്ട് അങ്ങോട്ട് പറഞ്ഞേക്കായിരുന്നു. ഞാൻ ഒരാഴ്ച ഇവിടെ നിർത്തി എന്റെ കൈമ കെട്ടി കൊടുത്ത് അത് നല്ല മാറ്റം ഉണ്ടായി. അവിടുന്ന് ഇങ്ങോട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതേമാതിരി ഇക്ക് നല്ല അനുഭവം പറഞ്ഞാൽ നല്ല അനുഭവം. കാരണം ഞാൻ എവിടെ പോകുമ്പോഴും ഇപ്പൊ ഞാൻ കയ്യിൽ വെക്കും, കയ്യിൽ പിടിക്കും. ഞാനിപ്പോ അതേമാതിരി ഞാൻ എവിടെ പോയി വന്നിട്ട് രാത്രി ആകുമ്പോ ഭയങ്കര പെട്ടെന്ന് വിയർക്കലും ഒരു ജാതി കുഴച്ചിലൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ആ സമയത്ത് ഞാൻ എടുത്തിട്ട് കയ്യുമ്പോ കിട്ടിയ അപ്പൊ റിസൾട്ടാണ്. ഇപ്പൊ ഞാൻ 4 മാസം എന്റെ ഹസ്ബൻഡിന്റെ കൂടെ 4 പെൺകുട്ടികളാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ. അപ്പൊ ഹസ്ബൻഡിനെ കൊണ്ടുപോയി. അപ്പൊ ഇതും കൈ വെച്ച് ഞാൻ കൊണ്ടുപോയി. അവര് രാവിലെ ഡ്യൂട്ടിക്ക് പോകുമല്ലോ. അങ്ങനെ ഇക്ക് പോയി കഴിഞ്ഞ് ഞാൻ ഒറ്റക്ക് റൂമിലല്ലേ. അവര് 3 മണി നമ്മൾക്ക് വരും ചെയ്യും. പക്ഷെ ഇക്ക് പെട്ടെന്ന് ഇടക്കിടക്കൊക്കെ ഒരു തളർച്ചൽ വരും, അല്ലെങ്കിൽ ഒരു വിയർപ്പ് വരുമ്പോ ഞാൻ വേഗം എടുത്ത് പലരും ചിന്തിക്കൂടെ ഞാൻ ഒറ്റക്കല്ലേ എന്നൊക്കെ വിചാരിക്കും. എന്നാൽ ഇക്ക് ഉറപ്പ്, ഒരു വിശ്വാസം, കള്ള എന്റെ കൂടെ ഉണ്ട് വിചാരിച്ചിട്ടൊരു വിശ്വാസത്തില് ഞാൻ ഇതെടുത്തൊരു കൈമ്പ് കെട്ടിക്ക് നല്ല റിസൾട്ട് പറഞ്ഞാൽ നല്ല റിസൾട്ട്. അപ്പൊ അങ്ങോട്ട് ആ തളർച്ച നമ്മൾ 2-3 ബ്രീത്തുകൾ എടുത്തു കഴിഞ്ഞാല് ആ വിയർപ്പ് തളർച്ച എങ്ങോട്ടാ പോകണമെന്നൊക്കെ അറിയില്ല. അത്തരം വിശ്വാസത്തിന്റെ വില ഞാനിത് അതേമാതിരി എല്ലാവർക്കും ഞാൻ കൊടുക്കുകയും ചെയ്തു. വിവിധ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, റാഹത്ത് തന്നെയാണ്. ഇനി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമ്മള് ഇപ്പൊ മാഡം പറഞ്ഞ പോലെ നമ്മൾക്കൊരു വിശ്വാസമാണ്, നമ്മൾക്ക് ആരും ഇല്ലെങ്കിലും നമ്മളുടെ കൂടെ ഈ പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മളുടെ ജീവനൊരു സുരക്ഷയാണ് എന്നുള്ളൊരു വിശ്വാസമാണ് ഇത്, അല്ലേ? ഉറങ്ങുമ്പോൾ കൂടി എടുത്തു കൊണ്ടൊക്കെ വയ്യ എന്തേലൊക്കെ പെട്ടെന്നൊക്കെ വരുമ്പോ, കാരണം ആരും ഇല്ലല്ലോ. കുട്ടികളൊക്കെ ചിലപ്പോ കുട്ടികൾ വിരുന്ന് വരുമ്പോഴല്ലേ, എല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും കൂടെ, എന്നാലും കുഴപ്പമില്ല. എന്നാലും അത് എടുത്തു കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ വേഗം നീക്കുക, ഇത് കൈമ കെട്ടുക, ഒന്ന് ബ്രീത്ത് എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ആ വിയർപ്പ് എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല, ആ നമുക്ക് കുഴച്ചിൽ എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. അത്രയും നല്ല റിസൾട്ടാണ് ഇതിന്മേൽ. അത് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം വെച്ചാല് ഇതെല്ലാം തട്ടിപ്പാണ്, ഇതുകൊണ്ട് ഇപ്പൊ മാറുമോ എന്നുള്ളതാണ് എല്ലാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ മോനെ MES വീണിട്ട് കാല് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് ഞാനാണ് ഓന്റെ കൂടെ പോയി നിന്നിരുന്നത്. തൊട്ടടുത്തൊരു പയ്യ അതേമാതിരി കിടക്കണം, അവർക്ക് ഷുഗർ വന്നിട്ട് കാലുമേ കെട്ടിയിട്ട്, അവനും ഗൾഫിൽ നിന്ന് വന്നു തന്നെയാണ്, കെട്ടിയിട്ട് കിടക്കുന്ന സമയത്ത് ഭയങ്കര തലവേദന അവർക്ക് പ്രഷർ ഉണ്ട് തോന്നുന്നു. തലവേദന ആയിട്ട് ഇങ്ങനെ സഞ്ചാരം ഇരിക്കണ കുട്ടിന്നല്ല, അവർക്ക് 2 പയ്യന്മാരുണ്ട്, അവര് ഭാര്യ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് കണ്ടപ്പോ ഭയങ്കര തലവേദന, ഡോക്ടർമാരൊക്കെ വന്നിട്ട് നോക്കുമ്പോ പ്രഷർ നല്ല ഹൈ ലെവല. അപ്പൊ അവര് നിങ്ങൾ ഏത് മരുന്നാ കഴിക്കണ പ്രഷറിന് ചോദിച്ചപ്പോ അവര് ലീസ്റ്റ് ഇട്ട് കാട്ടി കൊടുത്തതാണേ പറഞ്ഞിട്ട്. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യ്, അതിപ്പോ കഴിക്കല് ഞാനൊരു ഗുളിക തരാം, അത് പോയിട്ട് വേഗം വാങ്ങി തന്നിട്ട് എന്നോട് പറയണം പറഞ്ഞ് നേഴ്സുമാര് വന്നിട്ട്. ഞാൻ ഒന്നും നോക്കിയില്ല, എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടും. ഞാൻ അവിടെ എവിടെ നോക്കിയില്ല. ഞാൻ വേഗം എന്റെ കയ്യുമ്പോ ഒന്നുണ്ടാവും, ഒന്ന് ബാഗിലും ഉണ്ടാവും. ഞാൻ അവരോട് എടുത്ത് പോയിട്ട് പറഞ്ഞേ എന്താ അവർ പറഞ്ഞു വെച്ചാൽ ഗുളിക വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടാകുമ്പോ ഞാൻ അവരോട് പറഞ്ഞേ നിങ്ങൾക്ക് ഗുളിക വാങ്ങില്ലേ, ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞേറ്റേ ചോദിച്ചു. അപ്പൊ എന്താണ് ചോദിച്ചു പറഞ്ഞേ ഗുളികങ്ങൾ വാങ്ങിക്കോളി, ഞാൻ വാങ്ങാൻ ഞാൻ പറയുമ്പോ നിങ്ങൾ വാങ്ങിയാൽ ഇപ്പൊ നിങ്ങൾ വാങ്ങില്ലേ പറഞ്ഞിട്ട് ഞാൻ എന്റെ ബാഗിൽ നിന്ന് റിസ്റ്റ് ബാൻഡ് എടുത്തിട്ട് അവര് ഭാര്യയുടെ അടുത്ത് നമ്മൾ കെട്ടി കൊടുക്കുക ശരിയല്ല ആണുങ്ങൾക്ക്. അപ്പൊ ഞാൻ അവര് ഭാര്യയുടെ അടുത്ത് കൊടുത്തിട്ട് ഇനി കയ്യുമ്പോ കെട്ടി കൊടുക്കാൻ പറഞ്ഞ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്ക് ഓൾറെഡി പെട്ടെന്ന് 40 പ്രഷർ പെട്ടെന്ന് കുറഞ്ഞിക്ക. അപ്പൊ അവര് ഹസ്ബൻഡ് പറഞ്ഞേ എനിക്ക് എന്തോ അത് കെട്ടിയപ്പോ തന്നെ എന്തോ ഇതിന്റെ ഉള്ളിൽ ഉണ്ട് എന്നൊക്കെ ഒരു സംശയം ഉണ്ട്. കാരണം അത് കെട്ടി 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ തലവേദന എങ്ങോട്ടാ പോയി നിൽക്കാല്ല. കാരണം പ്രഷർ കൂടിക്കഴിഞ്ഞാൽ തലവേദന ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ. ആ തലവേദന എങ്ങോട്ടാ പോയി നിൽക്കുക അറിയില്ല പറഞ്ഞു. എന്നിട്ട് അവര് നഴ്സുമാരെ കൊടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി നോക്കുമ്പോ ആ പ്രഷർ കുറഞ്ഞു. പിന്നെ ഗുളിക വാങ്ങിയില്ല. പക്ഷെ ഇത്രയും അന്നൊക്കെ അവര് ഭയങ്കര പാവപ്പെട്ടവരെന്ന്, പൈസ ഇല്ല അവർക്ക് ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. പിന്നെ അവര് ഇടക്ക് വിളിക്കാറുണ്ട്, ഞാൻ പൈസ ആകുമ്പോ പറയട്ടാ പറയാറുണ്ട്. ചിലർക്ക് ഇങ്ങനെയല്ലോ, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും പൈസ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. കാരണം 12 മുമ്പ് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ പലർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇവിടെ അങ്ങോട്ട് കൊടുക്കാനുള്ള എല്ലാം അങ്ങനെ ബിസിനസ്സിലേക്ക് ഏർപ്പെട്ട് ഒരു 1.5 ലക്ഷം ഉറുപ്പോളം ഇൻഷാ അല്ലാഹ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ശരി. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ല? എന്റെ പേര് രൂപിക. എന്റെ വീട് മലമേലാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം, പറഞ്ഞോളൂ.
ഓഡിറ്റോറിയത്തിലേക്ക് വന്നത് സത്യൻ സാറ് NIT-യിലുള്ള സത്യൻ സാറ് മുഖേനാണ്. സത്യൻ സാറിനും കുടുംബത്തിനും വളരെ നന്ദി പറയുന്നു. എന്താ വെച്ചാൽ ഈ ഒരു നല്ലൊരു ഭാഗ്യം തന്നെയാണല്ലോ നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം തന്നെയാണ്. നമുക്ക് ഇതിൽ ഹെൽത്തും വെൽത്തും കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടിയ റിസൾട്ട് പറഞ്ഞാല് എനിക്ക് ഭയങ്കരമായിട്ട് അലർജി ആയിരുന്നു. ഭയങ്കര രാവിലെ നീറ്റാല് ഭയങ്കര തുമ്മലായിരുന്നു. തലേന്ന് വെറുതെ തട്ടിയാലും മതി ഭയങ്കര തുമ്മലായിട്ട്. പിന്നെ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് നിറത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുറത്തൊക്കെ പോകുമ്പോ എല്ലാരും എന്നോട് ചോദിക്കും, ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു വര, കണ്ണട വെച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും കണ്ണട വെച്ചിട്ടല്ല, അലർജീന്റെ ടവൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഒരു ഇത് മേലോട്ടാക്കുമ്പോ നമുക്ക് ഇവിടെ ഒരു വര വരുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നമ്മള് രാവിലെ 2 ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ മുഖം കഴുകും നല്ലോണം. 2-3 പ്രാവശ്യം രാവിലെ നീറ്റ പാടെ തന്നെ മുഖം കഴുകും. അപ്പൊ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഇങ്ങനെ നല്ല മാറ്റങ്ങൾ വന്ന് ഈ ബ്ലാക്ക് ഇങ്ങനെ കുറഞ്ഞു വന്ന്. പിന്നെ ഞാനത് തുടർച്ചയായിട്ട് രാവിലെ ഉപയോഗിക്കും. ഡെയിലി രാവിലെ നീച്ചാൽ ഞാനത് ഉപയോഗിക്കും. പിന്നെ അതിന്റെ മുന്നേ വെച്ചാല് ഞാൻ ഇത് വാങ്ങിയത് വെച്ചാൽ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടായിരുന്നു. അച്ഛന് വെച്ചാല് സത്യൻ സാറിന്റെ അടുത്ത് വന്ന് പറയുമ്പോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ KMCT-യിൽ അച്ഛന് ഡയാലിസിസ് ചെയ്യുന്ന സമയത്താണ് ഇത് വാങ്ങിച്ചത്. അപ്പൊ എനിക്ക് അച്ഛന് ഉപയോഗിക്കാൻ അവസാന ഘട്ടത്തിലാണ് അച്ഛന് ആ സമയത്താണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഇത് അച്ഛന് ഉപയോഗിക്കാനൊന്നും പറ്റിയിട്ടില്ല. ആ ഒരു സങ്കടം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എന്താ വെച്ചാല് അച്ഛൻ ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ടവരെ പിന്നെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. പിന്നെ പ്രൊഡക്റ്റ് ഒരു വൈക്ക് ഞാനൊരു വൈക്ക് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. റിസൾട്ട് കിട്ടി. പിന്നെ നമുക്ക് ഒന്നുകൊണ്ടും നമുക്ക് മടിക്കാനില്ല. ധൈര്യമായിട്ട് നമുക്ക് ഇത് ചെയ്യാന്നുള്ളത് മനസ്സിലായി. എനിക്കൊരു റിസൾട്ട് എനിക്ക് ആദ്യം കിട്ടി. അപ്പൊ എനിക്ക് ഇത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ള നല്ലൊരു ഇതുണ്ട്. എന്താ വെച്ചാല് പിന്നെ 10-16 കൊല്ലം എൻ്റെ അച്ഛനും അമ്മയ്ക്കും രണ്ടാക്കും ഒരു വീട്ടിലെ രണ്ടാക്കും ഒരേ അസുഖമായിരുന്നു. അത് വെച്ച് കുറെ കുടുംബങ്ങളും എല്ലാവരും നല്ലോണം സഹായിച്ച് നമുക്ക് ക്യാഷിനായാലും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ടൈമിലാണ് സത്യൻ സാർ ഇതിനെ എത്തിക്കുന്നത്. അപ്പൊ എന്താ വെച്ചാല് ഞാനത് ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഇത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു മനസ്സ് ദൈവം എനിക്ക് തരട്ടെ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു. എന്നാലും എനിക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എന്റെ മനസ്സിൽ പേടിയാണ്. ഇത് പുതിയൊരു സംഭവമാണല്ലോ, എന്താണ് ഏതാണെന്നുള്ള ഒരു പേടി നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബക്കാരും ആരായാലും നമുക്കൊരു എന്താ പറയാ, നമ്മളല്ലേ വെച്ചിട്ട് ചിലരും ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് തുറന്നു പറയാനുള്ള മനസ്സ് എല്ലാ ഒരു കുറെ ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഒരു ഇതാണ്. നമ്മളോടുള്ള ഒരു ഇതുകൊണ്ടാണോ എന്താ അറിയില്ല. നമ്മൾ ഏതായാലും എന്ത് വന്നാലും ഞാനിത് മുന്നോട്ട് എന്നുള്ള ഒരു ഇതിലാണ്. ഞാനിപ്പോ ഉറച്ച തീരുമാനത്തിലാണ്. എന്താ വെച്ചാൽ നമുക്ക് മരുന്ന് ഗുളികയൊന്നും ഇല്ലാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ പ്രൊഡക്റ്റ് 25 കൊല്ലം എന്നല്ല അതിലും കൂടുതൽ നമുക്ക് നല്ല ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുമ്പോൾ എത്രത്തോളം ജനങ്ങളോട് എത്തിക്കുന്നതെന്ന് വെച്ചാൽ അത് അതിലേറെ നല്ലൊരു ദൈവാനുഗ്രഹം നിറഞ്ഞൊരു ഇതാണല്ലോ. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ ഇതിൽ നിന്ന് പോകാന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വെച്ചാൽ ഇപ്പൊ ഞാൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ബെഡാണ് വാങ്ങിച്ചത്. അടുത്ത പ്രൊഡക്റ്റ് അൾട്രാബെറി ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് മറ്റുള്ളവരിലേക്ക് ഞാൻ എത്തിക്കുള്ളൂ എന്നുള്ള തീരുമാനമാണ് എടുത്തത്. ഇതോടെ തന്നെ ഞങ്ങള് കുറച്ച് ആൾക്കാർ നല്ല ബാബി താത്ത എന്തിനും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ബാബി താത്ത ലീഡർ ഉണ്ട്. എപ്പോ വിളിച്ചാലും ഏത് സമയം വിളിച്ചാലും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും പിന്നെ എല്ലാ കാര്യത്തിനും ഉണ്ട്. പിന്നെ ഇപ്പൊ എന്റെ മോളാണെങ്കിൽ ഓള് ഇതിൽ ഐഡിയ എടുത്തിട്ടുണ്ട്. ഓളും പൈസ അതിലൂടെ വാങ്ങുന്നുണ്ട്. നമുക്ക് ഹെൽത്തും വെൽത്തും കിട്ടുന്ന ഒരു കാര്യം അതിനെക്കൊണ്ട് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങണം എന്നാണ് എനിക്ക് എല്ലാരോടും പറയാനുള്ളത്. ഇത്രയൊക്കെ. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു. കുറെ ആൾക്കാരും ഇതിലെ നമ്മള് വാങ്ങിച്ച് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവര് എന്താണ് അതിന്റെ കാര്യം എന്ന് നമുക്ക് ആർക്കും അറിയില്ല, എല്ലാവരും. പക്ഷെ ഇതൊരു മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഗുണം നമ്മൾക്കും കൂടി കിട്ടുന്നത്. കാരണം മറ്റുള്ളവരുടെ എല്ലാവരും ഈ അസുഖങ്ങൾ കൊണ്ടും ഓരോ പ്രശ്നങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അവര് നമ്മള് ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ മാഡം പറഞ്ഞോളൂ. ഹലോ, ഞാൻ റംലത്ത് പട്ടാമ്പി. എനിക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ട്, അത് കാരണം കൊണ്ട് ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ മാഡം പറഞ്ഞോളൂ. എനിക്ക് ഇതുപോലെ തന്നെ പറഞ്ഞ അലർജി പ്രശ്നങ്ങൾ, ശ്വാസം മുട്ട്, അതിന്റെ ഭയങ്കര വിഷമങ്ങളോട് ഇരിക്കുന്ന ആളാണ് ഞാന്.
ചെറുപ്പകാലം മുതലേ ഉണ്ട്. ഓർമ്മ വെച്ച കാലം മുതലേ ശ്വാസം മുട്ടും അതിൻ്റെതായ അസ്വസ്ഥകള്. രാവിലെ ഈ സമയത്തൊക്കെ തുമ്മലും പ്രശ്നങ്ങളായിട്ട് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഇത് അസുഖം മാറുന്നുള്ളൊരു വിശ്വാസത്തിലൊന്നല്ല, ഇങ്ങനെ ഓരോരുത്തരുടെ സമ്മർദ്ദത്തിലാണ് ഞാൻ വാങ്ങിച്ചത്. എങ്കിലും അത് ഉപയോഗിക്ക വഴി ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് മറ്റുള്ള പ്രശ്നങ്ങൾക്കാണ് ഒരു പരിഹാരം കിട്ടിയത്. അതായത് വെയിറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ നല്ല ബോഡി പെയിൻ ആയിരുന്നു. രാവിലെ എണീറ്റ അടുക്കളയിൽ പോകാനും പറ്റാത്ത, കാലിലും മടമ്പൊക്കെ ഭയങ്കര വേദനയായിരുന്നു. നിലത്ത് കുത്താൻ പറ്റാത്ത, ഇങ്ങനെ ചുമരിലൊക്കെ പിടിച്ച് തൂങ്ങിയിട്ടാണ് അടുക്കളയിലൊക്കെ ആയിരുന്നു. അതുപോലെ നടുവേദന, എല്ലാവിധ പ്രശ്നങ്ങളും എപ്പോഴും നീർക്കെട്ടാണ്. കുനിയാനും നിവരാനും എണീറ്റ് നടക്കാനും പറ്റാത്ത വല്ലാത്തൊരു വിഷമങ്ങളിലായിരുന്നു. അതിനൊക്കെ ആദ്യം നല്ല ആശ്വാസമായി. പിന്നെ അതിലൂടെ പിന്നെ ഈ തുമ്മല്, അലർജി അതിനൊക്കെ തന്നെ വിട്ടുമാറി. പിന്നെ ഈ ഓരോ കാര്യത്തും ഓരോ സാഹചര്യങ്ങൾ പറഞ്ഞിട്ട്, വേനൽക്കാലത്ത് പൊടിയാണ്, മഴക്കാലത്ത് തണുപ്പാണ്, മഞ്ഞുകാലത്ത് ആ രീതിയിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകളും. സത്യത്തിൽ പറഞ്ഞ മോചനം ഉണ്ടായിരുന്നില്ല, മെഡിസിനുകളിൽ നിന്ന് ഒരു ഒഴിവുണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ കേസ് ഒരുപാട് ഒഴിവാക്കി കിട്ടി. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. നമ്മുടെ കുടുംബത്തിലൊക്കെ നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഒരുപാട് നമ്മൾ തന്നെ ഉണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ. അങ്ങനത്തെ ഇത് വളരെ പ്രയാസത്തിലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് യാത്രകള് അതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. വയനാട്, ഊട്ടി ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളായിരുന്നു. മറ്റുള്ളവരൊക്കെ പോകുമ്പോൾ ഞാൻ അതിനൊക്കെ പുറകിലേക്ക് നിൽക്കും. എനിക്കൊരിക്കൽ യാത്ര ചെയ്യാൻ കഴിയാതെ മനസ്സിൽ സ്വപ്നം കാണുന്നില്ലാതെ അതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യങ്ങളായിരുന്നു. പിന്നെ പോരാമത്തെ മനസ്സിൽ നമ്മൾ ഉറച്ചൊരു വിശ്വാസമാണ്, എന്താന്ന് വെച്ചാൽ മാറില്ല. അത് പാരമ്പര്യമായിട്ട് എനിക്ക്, എന്റെ ഉമ്മാക്ക്, വല്യമ്മക്ക്, അതുപോലെ അങ്ങനെ പാരമ്പര്യമായിട്ട് എല്ലാവർക്കും ഉണ്ട് ഈ ശ്വാസമുട്ട്. അപ്പൊ അതിന്റെ ഒരു മോചനമല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ പോകുന്നുള്ള വിശ്വാസത്തിലായിരുന്നു. അങ്ങനത്തെ ഈ പ്രോഡക്റ്റ് കിട്ടി, ഞാനത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ പ്രകാരം ഉപയോഗിച്ചു. ഈ അസുഖം ആസ്തമാന്ന് മാത്രല്ല, ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലൊരു മോചനമായി എനിക്ക്. പിന്നെ ഇതുപോലെ യാത്രകൾ ചെയ്യാന് എനിക്ക് ഒരുപാട് കഴിഞ്ഞു. യാത്രകൾ പറഞ്ഞാൽ ഞാനിപ്പോ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വയനാട്, അതുപോലെ ഊട്ടി, കൊടൈക്കനാൽ എല്ലാ സ്ഥലങ്ങളും തണുപ്പുള്ള സ്ഥലങ്ങൾ പോകാനും, വയനാട്ടിലുണ്ട് 3 കിലോമീറ്റർ വരുന്നുള്ള ചെമ്പ്രാതിക്ക്. അവർക്കും അത് ചെയ്ത അവർക്ക് അവർക്കൊക്കെ അറിയാം. ആ ഒരു കാറ്റം കയറാൻ എനിക്ക് പറ്റി. അതുപോലെ സൂചിപ്പാറ വെള്ളച്ചാട്ടം താഴേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച, പക്ഷെ ഈ പ്രൊഡക്റ്റിന്റെ ഒരു ഇത് കാരണം, പ്രൊഡക്റ്റിന്റെ ഒരു മേന്മ കാരണം തന്നെ അതിന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തില് പിന്നെ പ്രത്യേകിച്ച് മോന്റെ സപ്പോർട്ട്, ഹസ്ബൻഡ് അവർക്കൊക്കെ ആദ്യം ഉടായിപ്പാണ് വാങ്ങിക്കണ്ട പറഞ്ഞ ആൾക്കാരാണ്. പക്ഷെ എന്റെ ഓരോരോ വ്യത്യാസങ്ങൾ കണ്ടപ്പോ അവര് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പൊ എനിക്ക് താഴേക്ക് നോക്കുമ്പോ താഴേക്ക് ഇറങ്ങാൻ എനിക്ക് സുഖമാണ്, പക്ഷെ തിരിച്ചു കയറാൻ എനിക്ക് പറ്റുമോ എന്നുള്ളൊരു നല്ലൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ഇവിടെ സൂചിപ്പാറ ചെല്ലുമ്പോ. അപ്പൊ മോന് എപ്പോഴും എന്തായാലും ഞാൻ ഇൻഹേലർ കയ്യിൽ വെക്കും. അത്രമാത്രം തന്നെ അതോ എപ്പോഴാണോ ഇത് എനിക്ക് അസ്വസ്ഥത വരിക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മോനെ ഇൻഹേലർ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇറങ്ങി പോകുമ്പോ എനിക്ക് വയ്യ, നിങ്ങളൊക്കെ ഇറങ്ങിക്കോന്ന് പറയുമ്പോഴും മോന് പോക്കറ്റിൽ തൊട്ട് കാണിച്ചു. ഒരു പേടിയും വേണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളതില് മോന് പോക്കറ്റ് തൊട്ടിൽ കാണിക്കും. അപ്പൊ അങ്ങനെ അവന്റെ കൈ പിടിച്ച് ഞാന് പിന്നെ ഇറങ്ങിയിട്ട് സുഖമായിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ മേലക്കാരും എനിക്ക് അസ്വസ്ഥ അങ്ങനെ വരുന്നതും പോക്കറ്റിൽ അവൻ തൊട്ട് കാണിപ്പോ വേണ്ട പറയും. നമ്മളെ റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടിയിട്ടുണ്ടല്ലോ, ആ ധൈര്യത്തില്. പിന്നെ അതുപോലെ വാട്ടർ ബോട്ടിൽ ഞാൻ ചുറ്റാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. സുഖമായിട്ട് കയറി. അപ്പൊ എനിക്ക് ഞാൻ പറയാ, എത്ര ദൈവത്തിനെ സ്തുതിച്ചാലും ഒക്കെ മതിയാവില്ല. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞാൽ, ദൈവം തൊട്ട പ്രൊഡക്റ്റ് പറഞ്ഞാൽ അത് നമ്മൾ അക്ഷരാർത്ഥത്തില് അത് സത്യമാണ്. എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതുപോലെ ഒരുപാട് പേർക്ക് അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് റിസൾട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇത് എന്താ പറയാ ഒരിടത്തും പറയില്ല, അതാണുള്ള വിഷയങ്ങൾ. പിന്നെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീക്ക് ഇവിടെ അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്, അവർക്ക് തൈറോയിഡിന്റെ പ്രശ്നം നല്ല രീതിയിൽ പറയുമ്പോ അവര് മെഡിസിൻ ഉപയോഗിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഉപയോഗിച്ചോളും നിങ്ങള്, നല്ല പ്രൊഡക്റ്റ് ആണ്, ഇതിനകത്ത് കയറ്റേണ്ട മെഡിസിനുകള് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു വിശ്വാസക്കുറവാണ്, അതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നോക്കുമ്പോ അവർക്ക് നല്ലൊരു സർജറി പറഞ്ഞു വരും. തൈറോയിഡ് ഇതായിട്ട് നല്ല ഇതേ ഹോസ്പിറ്റൽ അസീസ് ഡോക്ടറാണ് പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല, നിങ്ങൾ അത് 2 മാസത്തിൽ കൂടുതലാവരുത്, അത് ഡേഞ്ചർ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സാഹചര്യത്തിൽ എന്റെ അടുത്ത് ചോദിച്ചപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഉറപ്പ് പറയാൻ കഴിയില്ല. ഇതിന്റെ മുന്നേ ആണെങ്കിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു, നിങ്ങൾ പിന്നെ ഇത് ഉപയോഗിച്ചോളി എന്ത് മാറുന്നുള്ളത് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഇഷ്ടം പോലെ റിസൾട്ടുകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്റെ പ്രൊഡക്റ്റിൽ വിശ്വാസമാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കി പറഞ്ഞിട്ട് കൊടുത്തു. ഇപ്പൊ പറയണേ 2 മാസമായില്ല ടെസ്റ്റ് ചെയ്തപ്പോ പറയണേ
ഇനി തൈറോയിഡ് ഓപ്പറേഷൻ ഇത് വേണ്ട, അത് നോർമൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ പറയുകയാണെങ്കിൽ ഒരുപാട് റിസൾട്ടുകൾ. വെരിക്കോസ് പൊട്ടിയാൽ കാലൊക്കെ പൊട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിന്റെ മറ്റേ എപ്പോഴും ഡ്രസ് ചെയ്ത് വന്നിരുന്ന ആൾക്കാരാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിരുന്നു സഹിക്കാൻ വയ്യാത്ത വിഷമങ്ങളായിട്ട്. അങ്ങനത്തെ ആള് ഇതൊക്കെ കൊടുത്ത ആളുടെ അസുഖമൊക്കെ മാറി. അപ്പോഴും അവര് പറയണത് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ ഒരു വേദന മനസ്സിൽ നല്ലണ്ട്. അവര് പറയണത് ഞാനിപ്പോ ഒരു എണ്ണൊക്കെ തേക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അത് മനസ്സിൽ ഭയങ്കര അലട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് സത്യസന്ധമായിട്ട് അത് മാറും നമുക്ക് വിശ്വാസം, അതുകൊണ്ടാണ് മാറിയെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളോട് ഒരിക്കലും നല്ല വാക്കല്ല പറയണത്, അത് ഞങ്ങൾ മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടാണ് മാറുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, ഇഷ്ടംപോലെ നല്ല നല്ല റിസൾട്ടുകൾ കേൾക്കുന്നുണ്ട്. ഇനി മറ്റുള്ളവർക്കൂടും പറയാനുള്ളൊരു അവസരം വേണ്ടേ എല്ലാവരോടും. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു. മോളെ ഇത് ചെയ്യും പേഷ്യനായിരുന്നു. എന്റെ പേര് ഗീത സുരേഷ് ആണ്. ഞാൻ അടുത്തുള്ള പഞ്ചായത്താണ്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എറണാകുളം കളമശ്ശേരി യൂനിസ് ബൈ ആണ്. എനിക്ക് ഈ പ്രൊഡക്റ്റ് ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷമാതിരി എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുകയും ഒത്തിരി പ്രശ്നങ്ങൾ, എന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞാൽ നിന്ന് തീരത്തില്ല. അപ്പൊ അങ്ങനെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മോചനം കിട്ടുകയും ഞാൻ ഇതിലേക്ക് ബിസിനസ്സായി എടുക്കുകയും ഹെൽത്തും വെൽത്തും നേടി. ഇന്നിപ്പോ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ റബ്ബറി ജ്യൂസ് ആണ്. അത് ഞാൻ എടുത്ത് മറ്റുള്ളവർക്ക് ഒരു കുറെ പേർക്ക് കൊടുത്തു. അവരൊക്കെ തീരുന്നതിന് മുമ്പ് വീണ്ടും വിളിക്കുക, അടുത്തത് വേണം എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ഉപയോഗിച്ചു, എല്ലാം ഞാൻ ഉപയോഗിക്കും. അപ്പൊ എനിക്കും നല്ല, എന്റെ ഫാമിലിക്ക് നല്ല റിസൾട്ടാണ്. നമ്മുടെ ഈ ബയോട്ടോറിയം എന്റെ വീട്ടില് 5 പേര് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. അപ്പൊ ഈ ബെറി ജ്യൂസ് എല്ലാവരും വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണം. കാരണം നല്ല അടിപൊളി റിസൾട്ടാണ്. വാങ്ങിക്കുന്നവരെല്ലാം പിന്നെയും പിന്നെ വേണം എന്ന് പറഞ്ഞാണ്. ഇനിയിപ്പൊ നമുക്ക് ഈ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള നമ്മുടെ ഈ ബയോട്ടോറിയം പോലെ തന്നെ നമുക്ക് ജോഷി സാർ തരുന്ന ഓരോ പ്രൊഡക്റ്റിനെയും വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം ഇത്രയും പറഞ്ഞു. സമയം ഒരുപാടായി, സമയം 7:15 കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാവരും കഴിഞ്ഞോ എങ്കിൽ നമ്മൾക്ക് ക്ലോസിംഗ് സെഷനിലേക്ക് നീങ്ങാം. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. പറഞ്ഞോളൂ മാഡം. എന്റെ പേര്, ഞാൻ വീഡിയോ ഓണാക്കണില്ല, വീഡിയോ ഓണാക്കാൻ പറ്റില്ല ചിലപ്പോ. പിന്നെ എന്റെ വീട് കാടാമ്പുഴയാണ്. ഞാനിന്ന് പറഞ്ഞത്, ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപാട് റീജ കാടാമ്പുഴ. ഞാന് ഇന്നിപ്പോ എല്ലാരും പറയട്ടെ എന്ന് വെച്ചിട്ട് വേറെ ഒന്നുമല്ല. എന്താ പറയാ, കുറച്ച് പുതിയ കേൾക്കാത്ത കുറെ അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാലോ എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ പിന്നെ പറയാതിരുന്നതാണ്. അപ്പൊ ക്ലോസിംഗ് എന്ന് പറഞ്ഞപ്പോ വേഗം ചാടി വന്നതാണ്. എന്താ വെച്ചാല്, ഇന്നലെ നമുക്കൊരു കോഴിക്കോട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നമ്മള് മിഠായി തെരുവില് ഞങ്ങള് ചുമ്മാ വെറുതെ പോയിട്ട് വരാന്ന് വെച്ചിട്ട് പോയതായിരുന്നു. അപ്പൊ പോയി വരുന്ന സമയത്ത് ഒരു കുട്ടീനെ എല്ലാരും കൂടെ എടുത്തിട്ട് ഒരു കടയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഏട്ടൻ്റെ നിൽക്കുക, എന്താ കുട്ടിക്ക് എന്താണാവോ, നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി നോക്കിയപ്പോ അവന് ബോധമൊന്നുമില്ല. അവനെ എടുത്തോണ്ട് പോവാണ്. ഞാൻ വേഗം ചെന്ന് എന്റെ കൈന്റെ മുഖത്ത് റിസ്റ്റ് ബാൻഡ് ഊരി ആ കൊച്ചിന്റെ കൈമ കെട്ടി കൊടുത്ത്. അപ്പൊ എല്ലാരും എന്താന്ന് വെച്ചപ്പോ ഞാൻ, ഒന്നും പേടിക്കണ്ട, അതൊരു മാഗ്നറ്റിക്കിന്റെ പ്രൊഡക്റ്റ് ആണ്, റിസ്റ്റ് ബാൻഡ് ആണ്, നിങ്ങൾ പേടിക്കണ്ട, അവൻ കുറച്ച് കഴിഞ്ഞ് എണീറ്റോളൂ എന്ന് പറഞ്ഞിട്ട് അത് കെട്ടിക്കൊടുത്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. 10 മിനിറ്റ് ആവശ്യം വന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കുറച്ചു നേരം കിടക്കുമ്പോഴത്തേനും വെള്ളം കൊടുക്കണ്ട, എന്തായാലും കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 5-6 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആള് മെല്ലെ കണ്ണൊക്കെ തുറന്ന് പിന്നെ കുറച്ചു നേരം എണീറ്റിരുന്നു, ഭക്ഷണം കഴിച്ചു. എന്നാലും എനിക്ക് വലിയൊരു അനുഭവം എന്താ വെച്ചാൽ, ആ കുട്ടി എവിടുന്നോ വന്ന ഒരു കുട്ടി, എനിക്ക് അറിയില്ല എവിടെ സ്ഥലം, എന്തോ വീട് എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോ എനിക്ക് എന്തോ പറഞ്ഞു, എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഞാൻ അവിടത്തെ വലിയ എന്താ പറയാ സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല. എന്നാലും കൂടെ നമുക്ക് ആ കുട്ടിക്ക് എവിടുന്നോ വന്ന അച്ഛനും അമ്മയും ഉമ്മയൊന്നും ഇല്ല കൂടെ, കൂട്ടുകാരന്മാരെ കൂടെ വന്ന ഒരു കുട്ടിയായിരുന്നു. അവനെ എണീറ്റ് ഇരിക്കാൻ കഴിഞ്ഞു. അവൻ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി അവനെ വിളിക്കണം, അവരുടെ വീട്ടുകാരനെ വിളിക്കണം. എന്നാലും പിന്നെ പെട്ടെന്ന് വീട്ടുകാർക്ക് വിളിക്കുമ്പോ പറ്റുന്ന ഒരു ഷോക്ക് ആവണി. അവര് വീട്ടിൽ പറഞ്ഞിട്ട് വന്നതാണ്, എന്താണെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഇന്നലെ.
പിന്നെ എന്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു, ബ്ലോക്ക് വന്നിട്ടുള്ള ആളായിരുന്നു. എനിക്ക് അതിന് മെഡിസിൻസ് ഒന്നും ഇപ്പൊ ഞാൻ കഴിക്കണില്ല. പിന്നെ ഒരു വലത് കൈ പൊന്തിക്കാൻ കഴിയില്ലായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തിട്ട് നല്ല നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഫിക്സ് വന്നിട്ടായാലും ഡോക്ടർമാര് കൈ ഒഴിഞ്ഞ കേസായാലും എല്ലാം ഞാൻ കൊടുത്തിട്ട് നല്ല ധൈര്യപൂർവ്വം നമുക്ക് കൊടുക്കാം ആർക്കും. എന്നതാണെന്നൊന്നും പ്രശ്നമില്ല. അത് നിങ്ങൾ എടുക്കുക. നമ്മുടെ ഒരു ജീവന്റെ വില 10-700 നമ്മുടെ ഒരു ജീവൻ കിട്ടില്ല എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്കും വിജയിക്കാം, കിട്ടുന്നവരും രക്ഷപ്പെടും. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാഡം. നമ്മൾ ഇന്ന് കേട്ട റിസൾട്ടുകള് ഭയങ്കരമായിട്ട് അമേസിങ് റിസൾട്ടുകളാണ് നമ്മൾക്ക് കിട്ടുന്നത്. അത് ഇപ്പൊ പറഞ്ഞ മാഡം റിജ മാഡം പറഞ്ഞത്, നമ്മള് ഒരു ആള് പുറത്തേക്ക് പോകുമ്പോ ഒരു സേഫ്റ്റി ഇല്ല എന്ന്. എപ്പോ വേണമെങ്കിലും കുഴഞ്ഞു വീഴാം. ആരും ചിലപ്പോ അവരുടെ റിലേറ്റീവ്സ് ആരും കൂടെ ഉണ്ടാവില്ല. ഏത് സ്ഥലങ്ങൾ വേണമെങ്കിലും ആയിരിക്കാം. പക്ഷെ നമ്മൾ അവിടെ ഒരു ദൈവത്തിനെ പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കാരണം ആ ആളെ ചിലപ്പോ ഒരു ഹോസ്പിറ്റൽ വരെ എത്തിക്കാനുള്ള ഒരു സമയം ചിലപ്പോ കിട്ടിയെന്നിരിക്കില്ല. ഒരു കുഴഞ്ഞു വീഴുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരാളെ എത്തിക്കാനുള്ള സമയം കിട്ടില്ല. പക്ഷെ നമ്മളുടെ ഒരു പെട്ടെന്നുള്ള ഒരു പ്രവർത്തനം കൊണ്ട് ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. നമ്മള് എല്ലാവരും നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് റിസ്റ്റ് ബാൻഡ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ കാണുന്ന വ്യക്തികളിൽ ഉണ്ടാകുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഡോക്ടർ, നേരത്തെയൊക്കെ എല്ലാവരും പറയുമായിരുന്നു ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ഇങ്ങനെ വെൽനസ് പഠിച്ചവരുമാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേഗം എത്തുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ ആ ഒരു റിസ്റ്റ് ബാൻഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്കൊരു ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, ഒരു ദൈവാനുഗ്രഹമുള്ള കാര്യമാണ്. നമ്മളുടെ ഇന്നിപ്പോ ഇനി ആരെങ്കിലും റിസൾട്ട് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾക്ക് സമയം 7:20 കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാ, നമുക്ക് ക്ലോസ് ചെയ്യാമോ? ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം. ഞാൻ കോഴിക്കോട് മാത്തോട്ടത്താണ് വീട്. ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് 1 വർഷമായി. എൻ്റെ ഒരു കൂട്ടുകാരി ആയിരുന്നു തന്നത്. പിന്നെ ദിൽജ മാഡം, സായി സാറ്, ഇങ്ങനെ മജി സാറ് ഇവരെല്ലാരും കൂടെ വന്ന് അത് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പേടിയായിരുന്നു. എൻ്റെ ഭർത്താവ് ചീത്ത പറയൂ, എന്ത് സാധനം കണ്ടാലും വാങ്ങും, അങ്ങനെ എല്ലാത്തിലും കുടുങ്ങും എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. സംസാരിക്കാൻ അറിയില്ല, എന്നാലും എന്താ തെറ്റുണ്ടേ ക്ഷമിക്കാം കേട്ടോ. മൂപ്പര് പറഞ്ഞു അതൊന്നും വാങ്ങണ്ട, ഈ ഉണ്ടാകുന്നോ കുറെ പൈസ കൊടുത്ത് ഓരോന്നും അതിലെ മണിച്ചയിലൊക്കെ കുടുങ്ങി ഞങ്ങൾ കുറച്ച് ഇതായി പോയതാ, പാപ്പരായതാ, എല്ലാത്തിലും കുടുങ്ങിയിട്ട്. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മൂപ്പര് ചീത്ത പറഞ്ഞ് ഞാൻ മിണ്ടാതെ അവള് വാങ്ങി കൊണ്ടേ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മൂപ്പർക്ക് ഇങ്ങനെ ബ്ലോക്കിന്റെ കംപ്ലൈന്റ് ഒക്കെ വന്നിരുന്നു. അപ്പൊ മൂപ്പരോട് ഞാൻ പറയുന്നതൊന്ന് ഉപയോഗിച്ച് നോക്കി, പൈസ ഒന്നും ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നറിഞ്ഞ് മൂപ്പര് ആ സാധനം കൈമ കെട്ടി ആ കിടക്കൊക്കെ വെച്ച് കിടന്ന് പിന്നെ റിസൾട്ട് വന്ന് മൂപ്പർക്ക് ഇന്നേക്കാൾ ഉഷാറായി. മൂപ്പര് അറിയാം ഇത് നല്ലൊരു സാധനമാണ്, ബ്ലഡ് ഓട്ടൊന്നും ഇല്ലേന് മൂപ്പർക്ക്, അതിനൊക്കെ ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. എനിക്കാണ് പ്രഷർ കുറച്ച് കൂടിയിട്ട് 2 നേരം ഗുളിക കഴിച്ച് ഞാനിപ്പോ ഗുളിക കഴിക്കുന്നില്ല. എന്നും പോയി പ്രഷറൊക്കെ ആഴ്ചക്ക് ടെസ്റ്റ് ചെയ്യും, പ്രഷർ അങ്ങനെ തന്നെ നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. മൂപ്പർക്ക് ബ്ലഡ് ഓടുണ്ട്. എന്ത് വേദന വന്നാലും ഇപ്പൊ നെഞ്ഞത്ത് വേദന വന്നാലൊക്കെ ബാക്കി പേട് വന്നിട്ട് നെഞ്ഞത്ത് വെച്ച് ഇങ്ങനെ കെട്ടി കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് മാറും. പിന്നെ തലവേദന വന്നു കഴിഞ്ഞാൽ ഈ സാധനം കയ്യിൽ തലയെ കെട്ടി കുറച്ചു നേരം ഇരുന്ന് 10 കഴിഞ്ഞാൽ തലവേദനയും 10 മിനിറ്റ് കൊണ്ട് മാറും. എല്ലാം കൊണ്ട് ഒരു കുറവുണ്ട്. നല്ല റിസൾട്ടാണ് എല്ലാവർക്കും. കുറച്ചാൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് എല്ലാരും നല്ലൊരു സാധനമാണ്, എല്ലാരും വാങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്നാല് ഇത്രേ ഉള്ളു പറയാം. ഓക്കെ, താങ്ക് യു മാഡം. ഇതുപോലെ സംസാരിക്കാതിരിക്കുന്നവരും എല്ലാവർക്കും നമ്മളൊരു ഫാമിലി അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങള് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിപ്പോ ഏകദേശം ഒരു 15ഓളം പേര് റിസൾട്ട് പറഞ്ഞ് സമയം ഒരു 7:30 അടുത്തിരിക്കുന്നുണ്ട്. നമ്മളിത്
മറ്റുള്ളവരിലേക്ക് നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഇനി ചെയ്യാനുള്ള ഒരു ധർമ്മം. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുക. കാരണം ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ നമ്മളൊരു ജീവൻ രക്ഷിക്കുക. നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എല്ലാം ഒരു പരിഹാരമാണ്. ഇത് എങ്ങനെയാണ് ഒരു പരിഹാരം കിട്ടുന്നത് എന്ന് എന്തിനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോ ഇന്ന് റിസൾട്ട് പറഞ്ഞ എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. ഇനിയും ഒരാൾക്ക് കിട്ടിയ റിസൾട്ട്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരാൾക്ക് കിട്ടിയ റിസൾട്ട് അല്ല മറ്റുള്ളവർക്ക് കിട്ടുന്നത്. അപ്പോ ആ റിസൾട്ട് എന്താണ് എന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് ഇനിയും ഉള്ള ദിവസങ്ങളിൽ ഇനിയും ഇങ്ങനെ എല്ലാവരുടെയും റിസൾട്ടുകൾ കേൾക്കാൻ നമ്മൾക്ക് ഒരു ഇതുണ്ടാവട്ടെ. അതുപോലെ നമ്മൾ പറയുകയും ചെയ്യട്ടെ. നമ്മളുടെ ഈ സെക്ഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിനായി നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ മനോജ് സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. സർ, പ്ലീസ് വെൽക്കം മനോജ് സാർ. താങ്ക് യു സിന്ധു മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് ഞായറാഴ്ച. പലതുകൊണ്ടും കുട്ടികൾക്ക് സ്കൂളില്ല, ജോലിക്ക് പോകുന്നവർക്ക് ജോലിയില്ല, അല്ലെ? ബാറ്റോറിയൻസിന് റിസൾട്ട് ഷെയർ ചെയ്യുന്ന ദിവസമാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിധി എഴുതപ്പെട്ട നിരവധി ആളുകൾ ബാറ്റോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇന്ന് ചെറുപ്പക്കാരെ പോലെ ഓടി നടക്കുമ്പോൾ നമുക്കെല്ലാം അഭിമാനിക്കാം. അതിന്റെ റിസൾട്ടുകളാണ് ഓരോരുത്തരും ഹൃദയം തുറന്ന് ഇവിടെ സംസാരിച്ചത്. ഇത് പുതിയ ഒരാളെ ഇതിനകത്ത് കയറ്റിയാൽ പറയാം അതൊക്കെ കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നതായിരിക്കും. റസാഖ് ബൈക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, സിന്ധു മേഡത്തിന് എത്ര കിട്ടിയിട്ടുണ്ട് എന്നാണ് ചില ആളുകൾ ചോദിച്ചിരുന്നത്. ഇതൊക്കെ കാശ് കൊടുത്തിട്ട് ആളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം പറഞ്ഞ മേഡം എന്തോ പറഞ്ഞ സഫിയ മേഡം പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോ ഭർത്താവ് എതിർത്തു എന്ന് പറഞ്ഞു, അല്ലെ? ചില വീടുകളിൽ ഭാര്യ എതിർക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള കാര്യമാണ്. പക്ഷെ മേഡം അത് വളരെ തന്ത്രപൂർവ്വം ഹാൻഡിൽ ചെയ്തു. തൽക്കാലം ഉപയോഗിച്ച് ഒക്കെ റിസൾട്ട് ഉണ്ടെങ്കിൽ കാശ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് തന്നതെന്ന് പറഞ്ഞു. സാധാരണ നമ്മുടെ കമ്പനി അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. എന്നാലും വളരെ ഒരു എന്താ പറയാ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് ഭർത്താവ് ഉപയോഗിച്ചപ്പോൾ ഭർത്താവിന് നല്ല റിസൾട്ട് കിട്ടിയപ്പോ ആ കുടുംബം തന്നെ ഈ ബിസിനസ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതാണ് ഇത് എവിടെ ഇട്ടാലും നമ്മൾ പണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അത് എവിടെ ഇട്ടാലും ഇങ്ങനെ തളർത്ത് വളരുന്ന കാണാം. അതുപോലെയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ബയട്ടോറിയം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. എവിടെ ഇട്ട് കൊടുത്താലും ഇത് തളച്ചു വളരും. ആര് വിചാരിച്ചാലും ഇത് നശിപ്പിക്കാൻ പറ്റില്ല കേട്ടാ. അത്രയും ഹൃദയങ്ങളിലേക്ക് തുളഞ്ഞു കയറിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഭക്താക്കളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് ഇപ്പൊ ഈ കടന്ന്. ഒരു സംശയം വേണ്ട. കാരണം എത്ര റിസൾട്ടുകളാണ് ഇവിടെ. ഇന്ന് ഏകദേശം 200ഓളം പേര് പങ്കെടുത്തു. 15 പേരെ സംസാരിച്ചിട്ടുള്ളൂ. നല്ല തന്നെ, കുഴപ്പമില്ല. എല്ലാവർക്കും സംസാരിക്കാൻ അവസരങ്ങൾ. കോഴിക്കോട് നിന്ന് ഒരു മേഡം റിസൾട്ട് പറയുന്നു, പട്ടാമ്പുറത്ത് ഒരാൾ പറയുന്നു, അതുപോലെ തന്നെ കൊല്ലത്തുനിന്ന് ഒരാൾ പറയുന്നു. കൊല്ലത്തെ മേഡം പറഞ്ഞ കേട്ടില്ല, 26 വർഷമായിട്ട് പച്ചവെള്ളം ഇടാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, ചൊറിച്ചിലാണ്, ചികിത്സയില്ല അതിനാണ് റിസൾട്ട് കിട്ടിയിരിക്കും, ഇല്ലേ? ലീജ മേഡം ഇന്നലെ കണ്ടു. ഇന്നലെ കോഴിക്കോട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോ ആ കുട്ടി അവിടെ വീണ് കിടക്കുന്ന സംഭവം. എത്രയോ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടി കുഴഞ്ഞു വീണപ്പോ നമ്മുടെ ഡോക്ടർ രാജു സാർ കൊണ്ടുപോയിട്ട് റിസ്റ്റ് ബാൻഡ് കിട്ടിയപ്പോ അത്ഭുതകരമായിട്ട് ഉയർത്തി എഴുന്നേറ്റ് വന്ന് കുട്ടി ഇച്ചിരി വെള്ളമൊക്കെ കുടിപ്പിച്ചോ പഴയതിനേക്കാൾ എനർജി വന്നിട്ടുണ്ട്. എന്താ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം? ദൈവത്തിന്റെ കയ്യൊപ്പല്ല കേട്ടോ ഇത് ദൈവം സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഭവനങ്ങളിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വരിക. വിശ്വസിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. കയ്യൊപ്പൊന്നുമല്ല ഇവിടെ, സാക്ഷാൽ ദൈവം തന്നെ നിങ്ങളെ വന്ന് സ്പർശിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഖദീജ മേഡം പറയുന്നത് കേട്ടു, വേദന വരുമ്പോൾ തലയുറ്റിലേക്ക് വരുമ്പോൾ എടുത്ത് കൈ കെട്ടുന്നത്. അങ്ങനെയല്ല, ഇത് സ്ഥിരമായിട്ട് കൈ കെട്ടണം. സ്ത്രീകൾ ജോലി ചെയ്യുമ്പോഴാണ് തലയിൽ കെട്ടിക്കോ. മനസ്സിലായില്ലേ? സിനിമയിലൊക്കെ കാണുന്നില്ല, നമ്മുടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇടക്ക് തോർത്തെടുത്തിട്ട് തലയിൽ കെട്ടിയിട്ട് ഒരു കുളിക്കാനും നടക്കാനൊക്കെ കളിക്കുന്ന ഒരു രംഗം കാണാറില്ല നമ്മൾ. അതുപോലെ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ കയ്യിൽ ചിലപ്പോൾ വെള്ളം തെറിക്കാം, എന്നാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇത് കെട്ടിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഇതുണ്ട്. അതാണ് 24 മണിക്കൂറും ബോഡിയിൽ ഇത് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത്രയും എനർജി ലെവൽ നമ്മുടെ യൗവനത്തിലേക്ക് കടക്കുന്നുള്ളതാണ്. നമ്മുടെ സെല്ലുകൾ മുഴുവൻ ആക്ടിവേറ്റ് ചെയ്ത് റിജനേഷൻ നടന്നുകൊണ്ട് നല്ല എനർജറ്റിക് സെല്ലുകൾ ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും ശരീരത്തിൽ എന്നുള്ളതാണ് ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത്. രോഗത്തിന് ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂടി കറക്റ്റ് ആയിട്ട് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഓക്സിജന്റെ അളവ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കിക്കൊണ്ട് റേഡിയേഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, ഇല്ലേ, അത്ഭുതകരമായി നമ്മളെ
ആരോഗ്യത്തോടെ നയിക്കാൻ പറ്റുന്ന വേൾഡിലെ ഒരേ ഒരു പ്രൊഡക്റ്റ് അഭിമാനത്തോടെ പറയാം ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും വിത്തിൻ സെക്കൻഡ്സ് ഡെമോ കാണിച്ചുകൊണ്ട് അവരുടെ ഡൗട്ടുകളെ പൂർണ്ണമായും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ വിതരണം ചെയ്യാൻ പറ്റുന്ന വേൾഡിലെ ഒരേ ഒരു പ്രൊഡക്റ്റ് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ആണ്. വേറൊരു കമ്പനിക്കും ഒരു പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിച്ചുകൊണ്ട് ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദൈവാനുഗ്രഹമുള്ളവരാണ് ബയോട്ടോറിയത്തിലേക്ക് വരുന്ന ആളുകൾ. മനസ്സിലായില്ലേ? ഇവിടെ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അടിയുറച്ച് അവിടെ നിൽക്കണം, സ്റ്റിക്ക് ഓൺ ചെയ്യണം. അത്ഭുതങ്ങൾ സംഭവിക്കും. ചൈനീസ് ബാമ്പുവിന്റെ കഥ അറിയാമല്ലോ അവർക്ക് അല്ലേ? ചൈനീസ് ബാമ്പു നട്ടു കഴിഞ്ഞ് ഒന്നും ഉണ്ടാവില്ല, കാണാൻ ഉണ്ടാവില്ല. എത്രയോ വർഷങ്ങൾ അത് മണ്ണിലടിയിൽ ഇങ്ങനെ കിടക്കും. എന്നിട്ട് അവസാനം അത് വളരാൻ തുടങ്ങിയാണ്ട് ഒറ്റ പൂക്കുറ്റി വളരുമ്പോൾ പറഞ്ഞിട്ട് ഉയരത്തിലേക്ക് അങ്ങ് പോകും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ചില ആളുകൾക്ക് ഇപ്പൊ ആളില്ല, ടീമില്ല, ഒന്നുമില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ആരും സങ്കടപ്പെടണ്ട. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. മനസ്സിലായ? കർമ്മം ചെയ്യാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഫലം പുള്ളി തന്നോളൂ. മനസ്സിലായ? ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കൂ. ഒരു ദിവസം നിങ്ങളുടെ മാവ് പൂക്കും. കേട്ടില്ലേ? ആരും അതുകൊണ്ട് ടെൻഷൻ വേണ്ട. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് നമ്മുടെ മാവ് പൂക്കൂല കേട്ടാ, ഈ ഗീതാ സുരേഷിന്റെ മാവേ പൂക്കുള്ളൂ. ഗീതാ സുരേഷ് 10 അൾട്രാ വരി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലെന്നും വിചാരിക്കേണ്ട ആരും. എല്ലാം സാധിക്കും. അത് നിങ്ങളെ പാകപ്പെടുത്തും. ഈ പ്രകൃതി ശക്തി എന്ന് പറയുന്ന ശക്തിയുണ്ട്. മനസ്സിലായില്ലേ? അത് പാകപ്പെടുത്തിക്കൊള്ളും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. റിസൾട്ടുകൾ ഷെയർ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ റിസൾട്ടുകൾ ഷെയർ ചെയ്യണം. പ്രകൃതിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന റിസൾട്ടാണ്. നമുക്ക് കിട്ടിയ നന്മകളെ കുറിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകാമെന്ന് മാത്രമാണ് എനിക്ക് പറയാറുള്ളത്. എത്ര റിസൾട്ടുകളാണ്, പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകൾ. അതുപോലെ തന്നെ നമ്മുടെ അപസ്മാരം, ഫിക്സ്, അതിനൊന്നും സാധാരണ മരുന്നില്ല എന്നുള്ളതാണ്. മരുന്ന് കഴിച്ചാലും പിന്നെയും അത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മാറാ രോഗങ്ങൾ, സോറിയാസിസ് ഒക്കെ ഭയങ്കരമാണ്. അതിനൊക്കെ എത്ര റിസൾട്ടുകൾ കിട്ടിയിരിക്കുന്നു ഇല്ലേ? നടക്കാൻ പറ്റാത്ത ആളുകൾ എഴുന്നേറ്റ് നടക്കുന്നു ഇന്ന്. അത്ഭുതകരമായ റിസൾട്ട് പറയാൻ തുടങ്ങിയ രക്ഷയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാനില്ല. നമ്മൾ എല്ലാവരും ദൈവവിശ്വാസികളാണ് കൂടുതൽ ആളുകളും അല്ലെ? ദൈവത്തിന്റെ അടുത്ത് നമ്മൾ എപ്പോഴും എന്താ പ്രാർത്ഥിക്കുന്നത്? ആരോഗ്യവും സമ്പത്തും തരണം അല്ലെ? മറ്റോ നശിച്ചു പോണേന്ന് പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അത് വേറെ ലെവല്. അവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എനിക്ക് ആരോഗ്യം തരണേ അല്ലെ, കുടുംബത്തിലൊരു അസുഖം ഉണ്ടാകല്ലേ, കുറെ പണവും തരണേ. ഇതാണ് പ്രാർത്ഥിക്കുക അല്ലെ? മക്കൾക്ക് നല്ല ജോലി കിട്ടണേ അല്ലെ? ഇതൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെ? അപ്പൊ ബയോട്ടോറിയം നിങ്ങൾ ഏറ്റെടുത്ത ഇത് രണ്ടും തന്നു ദൈവം. ആരോഗ്യം തരും, സമ്പത്തും തരും. ഉണ്ട്. ആ പ്രാർത്ഥന നന്നായിട്ട് ചെയ്തവരിലേക്കാണ് ഈ സംഭവം എത്തിയിട്ടുള്ളത്. ഇവിടെ ആരോഗ്യം കിട്ടും, സമ്പത്തും കിട്ടും, അഭിമാനം കിട്ടും, അപ്രീസിയേഷൻ കിട്ടും, റെക്കഗ്നേഷൻ കിട്ടും. മനസ്സിലായ? നല്ല സൗഹൃദങ്ങൾ കിട്ടും. ഇവിടെ എന്താ കിട്ടാൻ ബാക്കിയുള്ളത്? ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാ ഇല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഹൃദയപൂർവ്വം ഏറ്റെടുക്കുക. ആളുകളോട് പറയാന്നുള്ളതാണ്. പറയാൻ മടിച്ചാൽ ഒരു കാര്യമില്ല. ആളുകളോട് പറയാം. അവരെന്ത് വിചാരിച്ചോട്ടെ. നമ്മൾ നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്. അവരെന്ത് വിചാരിച്ചാൽ നമുക്കെന്താ കുഴപ്പം? അവർക്ക് നമ്മളൊന്നും വാങ്ങിക്കുന്നില്ലോ. നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഷെയർ ചെയ്യാൻ, കേൾക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2-3 പോയിന്റ്സ് അവർക്ക് താല്പര്യം ഉണ്ടാവും. പലരും തന്നെ ഇതിനകത്തേക്ക് വന്ന ആളുകളെ നിർബന്ധിച്ച് വന്ന ആളുകളാണ് പലരും അല്ലെ? ഇതെവിടെ പ്രഭാകരൻ സാർ ഇരിക്കുന്നുണ്ട്, കണ്ണൂര്. മനസ്സിലായ? അദ്ദേഹത്തിന്റെ മകന്റെ കൂട്ടുകാരോടെ ചെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ എന്താണെന്നുള്ളൊരു ഭാവത്തിലിരുന്നാണ്. പിന്നെ കൂട്ടുകാരൊക്കെ അവർ വീട്ടിലേക്ക് വരുമ്പോ ഇത് കേൾക്കണ്ടേ എന്നുള്ളൊരു ഭാവത്തിൽ കേട്ടു. മനസ്സിലായില്ലേ? അല്ലാണ്ട് വലിയ ഇൻട്രസ്റ്റോടെ വന്നതൊന്നുമല്ല പ്രഭാകരൻ സാറ്. പക്ഷേ പ്രഭാകരൻ സാർ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചപ്പോ റിസൾട്ട് കിട്ടാൻ തുടങ്ങി. വൈഫിന് റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഏറ്റെടുക്കും. അതാണ് എന്താ പറയുക, പ്രകൃതി ശക്തി എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പോ അങ്ങനെ ഏറ്റെടുത്തിട്ട് വന്ന ആളുകളാണ് എല്ലാവരും. നിർബന്ധിച്ച് വന്ന ആളുകളാണ് കൂടുതൽ ആളുകളും. നിർബന്ധിക്കാതെ വന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. ഞാൻ നിർബന്ധിച്ചിട്ടും വന്നതല്ല. കാരണം എന്റെ അവസ്ഥ അത്രയും ദയനീയമായിരുന്നു. എന്തായാലും പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടും. ഞാൻ അതിന്റെ ഒരു 2 വശമുണ്ട്. ഒരു നാണയത്തിന് 2 വശം എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യവും സമ്പത്തും ഉണ്ട്. അപ്പൊ ആരോഗ്യത്തെക്കാളും ഞാൻ സമ്പത്തിനെ കുറിച്ചും കൂടി നോക്കി. കാരണം സമ്പത്തും കുഴപ്പമില്ല, അതിനകത്ത് ആരോഗ്യം കിട്ടും. എന്നാൽ ഇത് ഓടൂല്ലേ? ഉറപ്പല്ലേ അല്ലെ? ആരോഗ്യം കിട്ടും, സമ്പത്തും കിട്ടും എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടും. നല്ല സൂപ്പർ പ്ലാനും കണ്ടു. അപ്പോ 22 വർഷമായിട്ടുള്ള BP ഇത് ഉപയോഗിച്ച് 3-4 മാസം കൊണ്ട് കംപ്ലീറ്റ് ഗുളിക നിർത്തി. ഷുഗർ നോർമലിലേക്ക് വന്നു. കൊളസ്ട്രോളിന്റെ പ്രശ്നം കംപ്ലീറ്റ് നോർമലായി. അതേപോലെ തന്നെ ലിവർ പ്രോബ്ലം, SGPT, SGOT ഒക്കെ കൂടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ നോർമലിലേക്ക് വന്നു. അങ്ങനെയാണ് ഒരു ആവേശം ഉണ്ടായത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞു, കോയിന്റെ മറ്റേ ഭാഗം നോക്കിയപ്പോ അവിടെ വൈറ്റമിനും വാരി കൊടുക്കുന്നുണ്ട് അല്ലെ? വൈറ്റമിനും ഇങ്ങനെ നമുക്ക് വാരിത്തരും. ഒരു ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് വൈറ്റമിൻ മണി കിട്ടില്ല. ഇവിടെ വൈറ്റമിൻ M എന്ന് പറയുന്ന മണി നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. 2 ആളോട് ഷെയർ ചെയ്താൽ 6820 രൂപ.
ആലോചിച്ച് നോക്കിയേ. ലോകത്ത് ആയത് കമ്പനി കൊടുക്കും. 2 ഹെരി പ്രൊഡക്റ്റ് എടുത്ത് 6820 രൂപയെ, 100 രൂപ 50 രൂപയാണെങ്കിൽ 3000 സംതിങ് 4000 രൂപയുടെ അടുത്ത് കിട്ടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അങ്ങനെയാണ് ഈ രംഗത്തേക്ക് ഇറങ്ങി വന്നത്. കൊടുത്തപ്പോൾ നിരവധി ഡോക്ടേഴ്സിന് ഞാൻ കൊടുത്തു, VVIPസിന് കൊടുത്തു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ നിരവധി മന്ത്രിമാർ മുതൽ MLA മുതൽ MP മുതൽ സെലിബ്രിറ്റീസ് വരെ എത്താൻ വേണ്ടിയിട്ട് സാധിച്ചത് അവിടെ നിന്നുള്ള ഊർജ്ജപരമായ ഒരു മനസ്സുകൊണ്ട് മാത്രം. തളരാത്ത മനസ്സുണ്ടാവണം നിങ്ങൾക്ക്. 10 പേരെ കണ്ടാൽ നോ എന്ന് പറയുമ്പോൾ തളരാത്ത മനസ്സോട് കൂടിയിട്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. നോ എന്ന് പറയുന്ന ആളുകൾ തിരിച്ചു വരുന്ന കാലം വിദൂരമല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരുന്ന് പ്രവർത്തിക്കുക, ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണെന്ന് വന്നത്. ഒരു റിസൾട്ട് ഇവിടെ ആർക്കുമില്ല പറയാൻ. ഇന്നിപ്പോ എത്ര പേർ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും റിസൾട്ട് ഉണ്ട്, അവർ കൊടുത്ത ആളുകൾക്ക് റിസൾട്ട് ഉണ്ട്. പക്ഷെ ഞാൻ തുടങ്ങിയ സമയത്ത് ഇവിടെ റിസൾട്ട് ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇത് ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ നോർത്ത് ഇന്ത്യൻ റിസൾട്ടുകൾ വീഡിയോസ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അത് വിശ്വസിച്ചുകൊണ്ട് കണ്ടും കേട്ടോ അനുഭവിച്ചും വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ വരുന്നത്. ഞാൻ വെറും വീഡിയോസ് മാത്രം കേട്ട് വിശ്വസിച്ചിട്ടാണ് ഈ രംഗത്തേക്ക് ഇതിന്റെ സയൻസ് മനസ്സിലാക്കിയപ്പോൾ കടന്നു വന്നത്. അതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് അന്ന് കടന്നു വന്നത്. ആളുകൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കൊടുത്ത ആളുകൾക്ക് റിസൾട്ട് വന്നപ്പോ വേഗത കൂടി എന്നുള്ളതാണ്. മനസ്സിലായ? വാഹനത്തിന്റെ സ്പീഡ് അങ്ങോട്ട് കൂടാൻ തുടങ്ങി. കളിയാക്കിയവരൊക്കെ തിരിച്ച് ആ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള വൈറ്റമിൻ എമ്മും കൂടി അങ്ങ് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾ പിന്നെ ആവേശത്തിലായി. എല്ലാ പ്രോഗ്രാം സെന്ററുകളും നിറഞ്ഞ് കവിയാൻ തുടങ്ങി. ഏകദേശം 3.5 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൽ ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് കൊണ്ട് മാത്രമാണ്. ഒരു സംശയം വേണ്ട. ആ 4 പ്രൊഡക്റ്റ് ആണെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിരവധി പ്രൊഡക്ട്സിലേക്ക് കമ്പനി മാറിയിരിക്കുന്നു. അൾട്രാബെറി ജ്യൂസ്, അതുപോലെ തന്നെ മോർ പവർ, അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് സപ്ലിമെന്റ്സ്. ഒരു കെമിക്കലും ഇല്ലാത്തതാണ് അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ വളരെ നല്ല രീതിയിൽ അവരുടെ ആരോഗ്യ അവസ്ഥ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വെൽനസ് കോച്ചായിട്ട് അല്ലെങ്കിൽ ഒരു വെൽനസ് അഡ്വൈസർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. വരും കാലഘട്ടങ്ങളിൽ വെൽനസ് ഇൻഡസ്ട്രിയുടെ സാധ്യതയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഹോസ്പിറ്റലുകൾക്ക് പുറമെ നമ്മുടെ വെൽനസ് സെന്ററുകൾ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയിട്ട് വെൽനസ് സെന്ററുകൾ ഇവിടെ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പോളിസി തന്നെ എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാഡമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ട്. മാഡം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രമുഖരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാൻ ബയോട്ടോറിയത്തിലേക്ക് വന്ന ഓരോരുത്തർക്കും നമ്മുടെ ഇതിന്റെ ഒരു വലിയ വക്താക്കളായിട്ട് മാറുക എന്ന് മാത്രമേ ഈ സുപ്രഭാതത്തിൽ പറഞ്ഞുകൊണ്ട് ഈ റിസൾട്ട് ഷെയർ ചെയ്ത ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഷെയർ ചെയ്യാത്തവർക്ക് അറിയാം, അവർക്ക് സമയം കൊടുത്താണെന്ന് എനിക്കറിയാം. അടുത്ത ഒറ്റ കാര്യം ഞാൻ പറയുന്നു, നമ്പർ 1 കമ്പനിയുടെ ഭാഗമാണ് നിങ്ങൾ. ഇന്നലെ രാവിലെ നമ്മുടെ ലീഗൽ സെഷന്റെ അഡ്വക്കേറ്റ് രവികുമാർ സാർ ഇവിടെ സംസാരിച്ച് നിങ്ങൾ കേട്ട് കാണും. 7:50 സൂം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് സൂമിൽ പങ്കെടുത്തത്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനി, റെക്കഗ്നൈസേഷൻ കിട്ടുന്ന കമ്പനി, എത്രയോ അവാർഡുകൾ കിട്ടിയ കമ്പനി, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടിയ കമ്പനി. മനസ്സിലായില്ലേ? എന്നിട്ട് ആ കമ്പനിയെ കുറിച്ചാ പറഞ്ഞത് ഇതൊന്നും ലീഗൽ അല്ലെന്ന് പലരും പറഞ്ഞുകൊണ്ട് കിടക്കുക. ആലോചിച്ച് നോക്കണം നിങ്ങള്. കേരള മോണിറ്ററിംഗ് മെക്കാനിസത്തിൽ പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ലിസ്റ്റ് ഇടുമ്പോ അതിൽ നമ്പർ 1 കമ്പനിയായിട്ട് ബയോട്ടോറിയത്തിന്റെ പേരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇന്ത്യ ഗവൺമെന്റ് അനുശാസിക്കുന്ന എല്ലാ നിയമപരമായ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ലീഗൽ സെല്ല് തന്നെ നമുക്കുണ്ട് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. തട്ടിക്കൂട്ട് പ്രസ്ഥാനമല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇതൊരു കരിയർ ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു 10 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുള്ള ശക്തിയും ഊർജവും മനസ്സും ആരോഗ്യവും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് രാത്രിയിൽ നമുക്ക് കാണാം. രാത്രി പരമാവധി പുതിയ ഗസ്റ്റുകളുമായിട്ട് എത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, സുപ്രഭാത് സാറിന്റെ തൊട്ടടുത്ത് നമ്മുടെ ഒരു ലീഡർ ഇപ്പുണ്ട്. ലീഡർ ഒന്നും കൂടി ശക്തമാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നല്ല അവസരം കിട്ടിയിട്ട് നിങ്ങൾ വെറുതെ സമയം കളയല്ലേ. മനസ്സിലായ? ചെറിയ ചെറിയ ജോലികൾക്ക് പോകുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മാറ്റി വെക്ക്. കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാവുന്നു. കുറച്ച് കഞ്ഞിയും പയറും കുടിച്ച് നിൽക്ക്. മനസ്സിലായ? തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എൻഗ്രാഫിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അല്ലെ? എൻഗ്രാഫാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ കുറേ ഓടുമ്പോൾ ഒന്നും ഉണ്ടാവില്ല വരുമാനം, അപ്പം നിർത്തിപ്പോവും ആൾക്കാർ. വീണ്ടും കുറേ ഓടുമ്പോൾ വരുമാനം കുറച്ചേ ഉണ്ടാവുള്ളൂ, അപ്പം നിർത്തിപ്പോവും. അവിടെ അല്ല, അവിടെ ക്ഷമയുണ്ടാവണം. ക്ഷമയാണ് ഏറ്റവും പ്രധാനം ഈ ബിസിനസ്സിൽ. കോൺഫിഡൻസോട് കൂടിയിട്ട്, ക്ഷമയോട് കൂടിയിട്ട് ഒരു ശപഥം ചെയ്താൽ അത് നേടിയെടുക്കുന്ന ഒരു വാശിയോട് കൂടിയിട്ട്, നിങ്ങൾക്ക് നിങ്ങളുള്ള വാശി കേട്ടാ, ഭാര്യ ഭർത്താവിനൊന്നും വാശി കാണിക്കണ്ട. അപ്പൊ വാശിയോട് കൂടിയിട്ട് നിങ്ങൾ പോയാൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, തൽക്കാലത്തേക്ക് കിട്ടുന്ന 2000, 3000 അല്ലെങ്കിൽ 10,000, 25,000 ഒന്നും അല്ല ഇവിടെ.
അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ വിജയിക്കാനുള്ള ഒരു വഴികൾ ഇവിടെയുണ്ട്, നേടിത്തരാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്, അതിന് പറ്റിയ ഒരു സ്ട്രോങ് പ്ലാറ്റ്ഫോം ഉണ്ട് ബയോട്ടോറിയം, അതിന് പറ്റിയ ഒരു സ്ട്രോങ് ടീം നമ്മുടെ കൂടെയുണ്ട്, അതിന് പറ്റിയ സ്ട്രോങ് സിസ്റ്റം ഇവിടെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ കുഴിച്ചു മൂടാനുള്ളതല്ല, അത് ആകാശത്ത് ഇങ്ങനെ പറക്കാനുള്ളതാണ്. ജലച്ചില്ലകളെല്ലാം തുറന്ന് വിടൂ, അല്ലെ? സ്വപ്നങ്ങളെ വാതിലുകളെല്ലാം തുറക്കൂ. സ്വപ്നങ്ങളെ നിങ്ങൾ എന്ത് സ്വപ്നങ്ങൾ കണ്ടാലും അത് നേടിയെടുക്കാനുള്ള അവസരം ഇവിടെയുണ്ട്, അല്ലെ? പല സ്വപ്നങ്ങളും BMW കാർ വേണമെന്ന് വെച്ചാൽ നടക്കുവോ? ഒരു ജോലിക്ക് പോകുന്ന ഒരാൾക്ക് നടക്കൂ? മാസം 30,000 ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് 50,000 ശമ്പളം കിട്ടുന്ന ആൾക്ക് ഒരു ഫാമിലി ജീവിച്ചുകൊണ്ട് ഒരു വീടും പണിത്, അല്ലെ, ഒരു BMW കാർ സ്വപ്നം കാണാനേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കുന്ന അവസരമുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് പലർക്കും സ്വപ്നങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം. ചില ആൾ പറയും, എന്തിനാ ഇത്രയൊക്കെ കാശ്? ടാക്സ് കൊടുത്ത് മുടിയൂല എന്നാ ചോദിക്കുന്നത് എന്നോട് ഒരാൾ. സാറൊക്കെ കുറെ ടാക്സ് കെട്ടേണ്ടി വരുമല്ലോ, കാശ് കിട്ടിയിട്ടല്ലേ ടാക്സ് കൊടുക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു 5 വർഷം ഇവിടെ കഴിയട്ടെ, കേരളത്തില് BMW അല്ല അതിനേക്കാൾ വലിയ ജാഗർ പോലുള്ള കാറുകൾ ബയോട്ടോറിയത്തിന്റെ സ്റ്റിക്കർ വെച്ചുകൊണ്ട് ഓടുന്ന സമയം വിദൂരമല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ അതിനകത്ത് കാണികളായി മാറരുത്, കളിക്കാരനായിട്ട് മാറണം. മനസ്സിലായ? നിങ്ങളുടെ വണ്ടി തെക്കോട്ടും വടക്കോട്ടും, ഇല്ലേ, ഈ പറഞ്ഞ രീതിയിലുള്ള നമ്പർ 1 വേൾഡ് ക്ലാസ് പ്രീമിയം കാറുകൾ എടുത്തോടാനുള്ള ഒരവസരം ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റെടുക്കുക, വിജയിക്കുക. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം.